ജനസഭ ഇന്ന് വെഞ്ഞാറമൂട് നിന്നാണ്, തിരുവനന്തപുരം ജില്ലയിൽ നിന്നാണ്. ഇന്നും കണ്ടു സദസ്സിന് പുറത്തെ സംഘർഷങ്ങളും. KSUവിന്റെ DGP ഓഫീസിലേക്കുള്ള മാർച്ച് കണ്ടു. ആ ഓഫീസ് പോലീസുമായുള്ള ഏറ്റുമുട്ടലിൽ കലാശിക്കുന്നതും കണ്ടു. മുട്ടയിൽ എങ്ങനെയാണ് മുളകുപൊടി കരുതിക്കൊണ്ട് വന്നത് എന്ന് നമ്മൾ കണ്ടു. ലാത്തിച്ചാർജ് കണ്ടു, ജലപീരങ്കി കണ്ടു. സംസ്ഥാനത്തുടനീളം DYFIയും യൂത്ത് കോൺഗ്രസും KSUവും പോലീസും തെരുവിൽ യുദ്ധമായിരുന്നു എന്ന് വേണം പറയാൻ. ഒരു ഭാഗത്ത് സദസ്സ്, മറുഭാഗത്ത് സംഘർഷം. ജനസഭ പരിശോധിക്കുന്നു, സദസ്സു വിട്ട് സംഘർഷത്തിലേക്കോ? എനിക്കൊപ്പം അതിഥികളായി CPMൽ നിന്നും N ബാബു, കോൺഗ്രസിൽ നിന്നും അഡ്വക്കേറ്റ് സുധീർ അല്പസമയത്തിനുള്ളിൽ എത്തും. BJPയിൽ നിന്നും M ബാലമുരളി, ഒപ്പം ഞങ്ങളുടെ റിപ്പോർട്ടർമാർ റോഷിപാൽ, ഒപ്പം മുബഷീർ, PR പ്രവീണ, അർജുൻ മട്ടന്നൂർ എന്നിവർ തത്സമയം പ്രേക്ഷകർക്കൊപ്പം ചേരുന്നു. വെഞ്ഞാറമൂട് നിന്നുമാണ് ഈ ജനസഭ പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. മറ്റുള്ളവരും പാർട്ടി അനുഭാവികളും അല്പസമയത്തിനുള്ളിൽ നമുക്കൊപ്പം ഈ ചർച്ചയിൽ പങ്കുചേരും. ആദ്യം ഞാൻ ബാബുവിലേക്ക് പോകുന്നു. അതിനു മുൻപ് എൻ്റെ റിപ്പോർട്ടർമാരിൽ നിന്ന് ഇന്ന് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നത് ഒന്ന് പരിശോധിച്ചു വരാം. ആദ്യം റോഷിപാലിൽ നിന്ന് തുടങ്ങുന്നു. എനിക്കിത് സുധീർ എത്തിയിട്ടുണ്ട്. അഡ്വക്കേറ്റ് സുധീർ. അതെ അതെ അപ്പൊ അങ്ങനെയുള്ള ഭാഗ്യം സുധീറിനാണ് നമ്മുടെ ചർച്ചയിൽ ലഭിച്ചത്. നേരെ പോലീസ് സ്റ്റേഷനിൽ ഇറങ്ങി വരിക. എന്തിനാണ് പോലീസ് സ്റ്റേഷനിൽ പോയതെന്നും കൂടി ഒന്ന് പറഞ്ഞോളൂ. വെഞ്ഞാറമൂടിലെ സംഘർഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ പ്രിവെന്റീവ് അറസ്റ്റ് ചെയ്ത കുറച്ച് യൂത്ത് കോൺഗ്രസ്സുകാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അവരോടൊപ്പം ഇവിടെ നമുക്ക് സ്റ്റേഷനിൽ പോലും ഭീഷണി ഉണ്ടാവുമെന്നുള്ള അതിൻ്റെ ഭാഗമായി കിളിമാനൂർ പോലീസ് സ്റ്റേഷനിലോട്ട് ഞങ്ങളെ മാറ്റിയായിരുന്നു. കിളിമാനൂർ സ്റ്റേഷനിലേക്ക് മാറ്റി. അപ്പോൾ നമുക്ക് ചർച്ചയിലേക്ക് വരാം. അഡ്വക്കേറ്റ് സുധീറാണ് നമുക്കൊപ്പം ചേർന്നത്. ആദ്യം നമ്മൾ റോഷിപാലിൽ നിന്ന് തുടങ്ങുന്നു. ഇന്ന് എന്താണ് യഥാർത്ഥത്തിൽ തിരുവനന്തപുരം നഗരത്തിൽ കണ്ടത്? DGP ഓഫീസിലേക്ക് മാർച്ച് നടത്തിയ KSU പ്രവർത്തകരും പോലീസും തമ്മിലുള്ള സംഘടനത്തിൽ കണ്ടത് എന്തൊക്കെയാണ്? ഇന്നലേതിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ന് KSU പ്രവർത്തകർ കയ്യിൽ മറ്റെന്തൊക്കെയോ സാധനങ്ങൾ കരുതിയിരുന്നു അല്ലേ? ഒന്ന്, കോൺഗ്രസ് വലിയൊരു വികാരമുണ്ട്. സംസ്ഥാനത്ത് ഏതാണ്ട് നമ്മൾ കണ്ടതാണ് കല്യാശ്ശേരിയിൽ ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ വാഹനത്തിനെതിരെയുള്ള പ്രതിഷേധം. അവിടെ തുടങ്ങിയതാണ് ഒരുപക്ഷെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ DYFI പ്രവർത്തകരുടെയും ഒപ്പം പോലീസിന്റെയും മർദ്ദനം ഏറ്റുവാങ്ങുന്നത്. അതിന്റെ ഒരു രോഷം പിന്നീട് അങ്ങോട്ട് മിക്കയിടങ്ങളിലും ആ പ്രതിഷേധം അവിടെ എല്ലായിടങ്ങളിലും മർദ്ദനം ഏറ്റുവാങ്ങുന്നുണ്ട്. അതിന്റെ ഒരു വികാരം ഉൾക്കൊണ്ടാണ് ഇന്നലെയും സെക്രട്ടേറിയറ്റിലേക്ക് യൂത്ത് കോൺഗ്രസ് മാർച്ച് നടത്തിയത്. പക്ഷേ ഏതാണ്ട് മണിക്കൂറുകളോളം പോലീസിനെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രകോപിപ്പിച്ചു. പക്ഷേ പോലീസ് സംയമനം പാലിച്ചു. പക്ഷേ ഇന്ന് അങ്ങനെയായിരുന്നില്ല. KSU പ്രവർത്തകർ DGP ഓഫീസിലേക്ക് മാർച്ച് നടത്തി. മാർച്ച് എത്തി. മാത്യു കോൾനാടൻ ഉദ്ഘാടന പ്രസംഗം അവസാനിച്ചു. അതിന് തൊട്ടു പിന്നാലെ തന്നെ സാധാരണ പ്രതിഷേധങ്ങളിൽ ഉണ്ടാകുന്ന പോലെ ബാരിക്കേഡ് നീക്കാനുള്ള ഒരു ശ്രമം നടന്നു. ജലപീരങ്കി 2 വട്ടം പ്രയോഗിച്ചു. അതിൽ 2ാം വട്ടം ജലപീരങ്കി പ്രയോഗിച്ചപ്പോൾ വനിതാ പ്രവർത്തകരൊക്കെ തെറിച്ച് റോഡിലേക്ക് വീഴുന്ന കാഴ്ച. ഈ തെറിച്ച് വീണവർക്ക് പരിക്കേറ്റു. അവരെ അവിടെ നിന്ന് പ്രവർത്തകർ ശ്രമിക്കുന്നതിന് മുമ്പ് തന്നെ പോലീസ് ലാത്തിചാർജ് തുടങ്ങുകയും ചെയ്തു. പക്ഷേ ഇതിൽ പോലീസ് പറഞ്ഞത് ഈ പ്രകോപനം KSU പ്രവർത്തകരുടെ ഭാഗത്ത് ഉണ്ടായത് എങ്ങനെയാണെന്ന വിശദീകരണം പിന്നീടാണ് വന്നത്. മുട്ടയ്ക്കകത്ത് മുളകുപൊടി നിറച്ച് ഇവർ കൊണ്ടുവരികയും ഈ മുളകുപൊടി നിറച്ച മുട്ട നേരെ പോലീസ് നേരെ എറിയുകയായിരുന്നു. അപ്പോൾ ഇടയിൽ പോലീസുകാർ ലാത്തി ഉപയോഗിച്ച് അത് തടയുമ്പോൾ നേരെ സമാനമായ ഒരു കാഴ്ച. KSU പ്രവർത്തകര് മുട്ടയ്ക്കുള്ളിൽ മുളകുപൊടി നിറച്ച് പോലീസിനെതിരെ എറിയുന്നു. പോലീസ് കൈകൊണ്ട് ലാത്തിയിൽ മുട്ട അടിച്ചു പൊട്ടിക്കുന്നു അല്ലേ? അങ്ങനെയാണ് സംഭവിച്ചത്. മറ്റൊന്ന് ഗോലിയാണ്. സാധാരണ കുഞ്ഞു ഗോലിയല്ല, കുറച്ച് വലുപ്പമുള്ള, ഏതാണ്ട് ഒരു ചെറുനാരങ്ങയുടെ വലുപ്പമുള്ള ഗോലികൾ. അത്തരത്തിൽ കുറെ ഗോലികൾ ഉണ്ടായിരുന്നു. അത് ആ സ്ഥലത്തുനിന്ന് കിട്ടിയതാണ്. റോഡിൽ നിന്നൊക്കെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ശേഖരിച്ച ഗോലികൾ കാണിച്ചു. ആ ഗോലികളും പോലീസിനെ പ്രകോപിപ്പിക്കാൻ, പോലീസിനെ ആക്രമിക്കാൻ ഗോലി കളിക്കാൻ പോയതല്ല എന്നത് ഉറപ്പാണ്. പക്ഷെ അതിൻ്റെ അത് മറ്റൊരു വാദമുണ്ട്. KSUവിനെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ പ്രതിപക്ഷ നേതാവ് VD സതീശനും രാഹുൽ മാങ്കൂട്ടത്തിലടക്കം കോൺഗ്രസ് നേതാക്കൾ ഇന്ന് കെ മുരളീധരനടക്കം വീണ്ടും ആവർത്തിച്ചു, ഇനി അടിച്ചാൽ തിരിച്ചടിക്കും. ആ ഒരു നിലപാടിന്റെ ഭാഗമായി തന്നെയാണ് എല്ലാം കരുതിയാണ്. പ്രവർത്തകരോ CITU പ്രവർത്തകരോ ഇന്ന് KSUവിനെ ആക്രമിച്ചിട്ടില്ല അല്ലേ? അല്ല, ഇന്ന് പോലീസും KSUവും തമ്മിലായിരുന്നു. ഇന്ന് പോലീസും KSU പ്രവർത്തകരും തമ്മിലുള്ള നേർക്കുനേർ ഒരു പോരാട്ടം. ഒരുപക്ഷെ DYFI പ്രവർത്തകർ വരുമെന്ന് കരുതി കയ്യിൽ ഗോലിയുമായി പോയതാവാം. അതിനും സാധ്യതയുണ്ട്. അതിനപ്പുറത്തേക്ക് പോലീസുമായുള്ള ഏറ്റുമുട്ടലിന് എറിഞ്ഞതായി പോലീസ് പറയുന്നില്ല. പക്ഷെ അവിടെ നിന്ന് റോഡിൽ നിന്ന് ഗോലി കിട്ടി. പോലീസ് നേരത്തെ തന്നെ അക്രമം ഉണ്ടാകുമെന്ന് കണക്കുകൂട്ടി ഈ സമരം അക്രമാസക്തമാകുന്നതിന് മുമ്പ് അങ്ങോട്ടേക്ക് അടിച്ച് വളഞ്ഞിട്ടടിച്ച് അവിടെ തീർക്കാനുള്ള ഒരു തീരുമാനമാണ്. പ്രവീണ, എന്താണ് കോൺഗ്രസിന്റെ ഒരു പ്രതിഷേധം? ഇപ്പോൾ
കലാപാഹ്വാനത്തിന് എന്ന രീതിയിൽ തന്നെയാണ് ഇരുപക്ഷത്തിന്റെയും ആഹ്വാനം വരുന്നത്. LDF കൺവീനറുടെ ആഹ്വാനം കേട്ടു, അതേസമയം തന്നെ കെ മുരളീധരന്റെയും ആഹ്വാനം കേട്ടു. KPCC പ്രസിഡന്റ് നരവേട്ടയാണ് എന്ന് അല്പസമയം മുമ്പ് പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് പറയുന്നത് എണ്ണി എണ്ണി അടിക്കുമെന്ന് പറയുന്നു. പിറ്റേ ദിവസം തെരുവിൽ ശക്തമാവുന്നു. വണ്ടിപ്പെരിയാറിലും വലിയ രീതിയിൽ സംഘർഷമുണ്ടാവുന്നു. അതായത് അടിക്ക് തിരിച്ചടി എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ് അല്ലേ? അതെയാണ്, പ്രതിരോധം തീർക്കും. അതായത് ഞങ്ങളായി അങ്ങോട്ട് പോകില്ല, പക്ഷെ ഇറങ്ങിയാൽ ഞങ്ങൾക്ക് കിട്ടിയാൽ പ്രതിരോധിക്കും. മാത്രവുമല്ല എണ്ണി എണ്ണി കണക്ക് തീർക്കുമെന്ന് പറയുന്നു. 23-ന് ശേഷവും ഇത് തുടരുമെന്ന് കെ മുരളീധരൻ അല്പം മുമ്പ് പറയുന്നു. അതിനർത്ഥം ഇനി തെരുവ് യുദ്ധം കാണാനിരിക്കുന്നതേ ഉള്ളൂ. അതിന് സജ്ജമാണ് പ്രത്യേകിച്ച് യൂത്ത് കോൺഗ്രസിന്റെയും KS-ന്റെയും പുതിയ നേതൃത്വമാണ്. ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് പ്രതിപക്ഷ യുവജന സംഘടനകൾ ഇത്രയും ശക്തമാകുന്നത്. എന്തായാലും മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അടക്കം അങ്ങനെ ചെയ്തില്ല എന്ന് മുഖ്യമന്ത്രി ആവർത്തിക്കുമ്പോൾ, ഇറങ്ങി അടിച്ചിട്ടില്ല എന്ന് ആവർത്തിക്കുമ്പോൾ അത് മുന്നിട്ട് തന്നെയാണ്. ഇപ്പോഴും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ നേതാക്കളുടെ ഫേസ്ബുക്ക് പോസ്റ്റോ അല്ലെങ്കിൽ അവരുടെ പ്രസംഗമോ കേട്ടാൽ മനസ്സിലാകും തിരികെ കിട്ടും എന്ന് തന്നെ പറഞ്ഞുകൊണ്ടാണ്. അതിനർത്ഥം പ്രതിരോധം തീർക്കും എന്നുള്ളതാണ്. പോയത് മാത്രമല്ല പുതിയ ആയുധങ്ങളും ഉണ്ടായിരുന്നു KSU പ്രവർത്തകരുടെ. അപ്പൊ കരുതിക്കൂട്ടി തന്നെയാണ്. കാരണം കഴിഞ്ഞ ദിവസം കൊല്ലത്ത് നമ്മൾ കണ്ടാണ് പെപ്പർ സ്പ്രേ ഉപയോഗിക്കുന്നത്. അപ്പോ പ്രതിരോധം എങ്ങനെ വേണോ തീർക്കാം, അത് അടിക്കടി തന്നെ ആകണമെന്നില്ല. എതിരെ വരുന്നവനെ ഏത് തരത്തിലും. അതേസമയം മറ്റൊരു കാഴ്ച കൂടി നമ്മൾ കണ്ടില്ലേ, DYFI പ്രവർത്തകർ ഇന്ന് കുറച്ചുകൂടി സജ്ജമായ തയ്യാറെടുപ്പോടുകൂടി വരുന്ന കാഴ്ചയും കണ്ടു അല്ലേ? അതായത് ഒരു സ്ഥലത്ത് പോലും 50ഉം 100ഉം പേർ അത്രയും DYFI പ്രവർത്തകർ ചേർന്നാണ് നിൽക്കുന്നത്. അതായത് പ്രതിരോധിക്കാൻ 10 പേരോ 15 പേരോ എത്തിയാൽ കൃത്യമായ അടി നടക്കുമെന്നുള്ള സൂചന. അവരുടെ കയ്യിൽ പട്ടിക, അതായത് വലിയ കൊടിയുണ്ട്, ആ കൊടി കെട്ടിയേക്കുന്നത് വലിയ വടികളിലാണ്. ഇന്നലെ കൊല്ലത്ത് ഒരു ക്ഷീണം സംഭവിച്ചു എന്ന് DYFI പ്രവർത്തകർ മനസ്സിലാക്കുന്നു. അടിച്ചോടിച്ച കാഴ്ച കണ്ടു. യുവമോർച്ച പ്രവർത്തകരായി നിന്നും ഇന്നലെ DYFIക്ക് തല്ല് കിട്ടി. അപ്പൊ അതുകൊണ്ട് ഇന്ന് തയ്യാറെടുപ്പോട് കൂടി തന്നെയാണ് DYFI പ്രവർത്തകർ. കാരണം തലസ്ഥാന ജില്ലയാണ്, അഭിമാന പ്രശ്നമാണ്. ഈ സദസ്സ് അവസാനിക്കാറാവുമ്പോൾ, അവസാന ജില്ലയിലേക്ക് കയറുമ്പോൾ, തലസ്ഥാന നഗരിയിലേക്ക് കയറുമ്പോൾ അഭിമാന പ്രശ്നമാണ് സ്വാഭാവികമായും. അതിൽ ഒന്നുകൂടെ ചേർത്ത് വെക്കാറുണ്ട്. ഇന്ന് ഈ പ്രതിഷേധം നടത്തി KSU പ്രവർത്തകർ പിരിഞ്ഞു പോകുമ്പോൾ അവിടെ ആ പരിസരത്തുണ്ടായിരുന്ന അവിടെ CITU പ്രവർത്തകർ അവരാക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഏതാണ്ട് KSU പ്രവർത്തകർ ആക്രമിച്ചു, അവർക്ക് പരിക്കേറ്റു. ഏതാണ്ട് 3 CITU പ്രവർത്തകർക്ക് പരിക്കേറ്റു എന്നാണ് അവർ പറഞ്ഞത്. അവരെ തിരിച്ചടിച്ചില്ല. അതിൽ ഒരു കാര്യമുണ്ട്. അതിന് തൊട്ടു പിന്നാലെ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റിയ KSU പ്രവർത്തകരെ കൈകാര്യം ചെയ്യാൻ അവിടെയുള്ള പ്രധാനപ്പെട്ട CPM നേതാക്കൾ അടക്കം ആശുപത്രി പരിസരത്ത് എത്തിയിരുന്നു. ഞങ്ങൾക്ക് കിട്ടിയ വിവരം അനുസരിച്ച് അവരെ പാർട്ടി നേതൃത്വം ഇടപെട്ട് പിന്തിരിപ്പിച്ചു എന്നാണ്. കാരണം സംഘർഷാവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. മുബഷീറിന്റെ കവർ ചെയ്തത് വാമനപുരമാണ്, ആറ്റിങ്ങലാണ്. ആറ്റിങ്ങൽ മണ്ഡലത്തിൽ എങ്ങനെയായിരുന്നു ആൾക്കൂട്ടം? ഒപ്പം ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധമുണ്ടായോ? എന്താണ് മുഖ്യമന്ത്രി സംസാരിച്ചത്? ആറ്റിങ്ങൽ മണ്ഡലത്തിൽ മറ്റു മണ്ഡലങ്ങളുമായി താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ വലിയ പങ്കാളിത്തം ഉണ്ടായിരുന്നില്ല. അത്തരത്തിലുള്ള പ്രതിഷേധങ്ങളൊന്നും തന്നെ പരിപാടിയിലേക്ക് ഉണ്ടായിരുന്നില്ല. മുഖ്യമന്ത്രി സ്വാഭാവികമായും കേന്ദ്ര സർക്കാരിനെതിരെയും പ്രതിപക്ഷത്തിനെതിരെയും രൂക്ഷമായ വിമർശനം ആറ്റിങ്ങൽ നിയോജക മണ്ഡലത്തിൽ നവകേരള സദസ്സിൽ ഉന്നയിച്ചു. സംസ്ഥാനത്തിന്റെ ആഭ്യന്തര വരുമാനം, തനത് വരുമാനം ഉൾപ്പെടെ വർദ്ധിച്ചൊരു സാഹചര്യമുണ്ട്. പ്രതിശീർഷ വരുമാനം വർദ്ധിച്ചിട്ടുണ്ട്. എന്നാൽ കേന്ദ്രം കൃത്യമായി നൽകേണ്ട വിഹിതം ലഭിക്കാത്തത് മൂലം സംസ്ഥാനം വലിയ രീതിയിലുള്ള സാമ്പത്തിക പ്രയാസം നേരിടുന്നുണ്ട്. ഇത് പല ഘട്ടങ്ങളിൽ UDF-നെ ധരിപ്പിച്ചതാണ്. ഒരുമിച്ച് ഐക്യത്തോടെ നിന്നുകൊണ്ട് തന്നെ ഇത് നാടിന്റെ പ്രശ്നമായി ഉയർത്തിക്കാട്ടി ഇതിനെതിരെ പ്രതിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ആ ഒരു ആഹ്വാനത്തിൽ UDF അണിചേർന്നില്ല എന്നൊരു കുറ്റപ്പെടുത്തൽ മുഖ്യമന്ത്രിയുടെ നടത്തുകയുണ്ടായി. കൂടാതെ ആദ്യഘട്ടത്തിൽ വാർത്താ സമ്മേളനം ഞാൻ തന്നെയാണ് റിപ്പോർട്ട് ചെയ്തിരുന്നത്. ആ ഒരു ഘട്ടത്തിലും പ്രതിപക്ഷത്തിനെതിരെ, വിശേഷിച്ചും പ്രവീണയും അതുപോലെ തന്നെ റോഷിപ്പാലും സൂചിപ്പിച്ച പ്രതിഷേധങ്ങൾക്കെതിരെ രൂക്ഷമായ വിമർശനം മുഖ്യമന്ത്രി ഉന്നയിക്കുന്നുണ്ട്. അദ്ദേഹം ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങളുടെ നിലവാരം, LDF സർക്കാർ വന്നതിനു ശേഷമുള്ള നിലവാരം ഉയർത്തിക്കാട്ടിക്കൊണ്ട് സംസാരിക്കുന്നു. അതിനുശേഷം ആ ഒരു ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിൽ ഏത് രീതിയിലാണ് കേന്ദ്ര സർക്കാർ, വിശേഷിച്ചും ഗവർണർ, ചാൻസലർ എന്ന രീതിയിൽ ഇടപെടാൻ ശ്രമിക്കുന്നത്, അതെങ്ങനെയാണ് വിദ്യാഭ്യാസ കേന്ദ്രങ്ങളെ ബാധിക്കുക എന്ന രീതിയിൽ അദ്ദേഹം വളരെ വിശദമായി സംസാരിച്ചതിന് ശേഷം ഈ ഒരു സംഘപരിവാർ അനുകൂല പ്രസ്താവന നടത്തുന്ന K. സുധാകരൻ അദ്ദേഹം വിമർശിക്കുകയുണ്ടായി. സെനറ്റിലേക്ക് നിർദ്ദേശിച്ച ആ ഒരു പരാമർശത്തെ ഗവർണറെ അനുകൂലിച്ചുകൊണ്ട് K. സുധാകരൻ രംഗത്ത് വന്നതിൽ മുഖ്യമന്ത്രി വിമർശിക്കുന്ന ഒരു സാഹചര്യം ഉൾപ്പെടെ വാർത്താ സമ്മേളനത്തിലുമുണ്ടായി. ശരി, അർജുൻ ഇന്ന് കവർ ചെയ്തത് വാമനപുരമാണ്. അതെ, ഞാൻ ഈ നിൽക്കുന്ന വാമനപുരത്തെ അല്പസമയം മുമ്പാണ് ഇവിടെ പരിപാടി കഴിഞ്ഞത്. പക്ഷേ ഈ മുബഷീർ പറഞ്ഞ പോലെ തന്നെ ഈ മുഖ്യമന്ത്രി ആദ്യഘട്ടത്തിലൊക്കെ തന്നെ ഇത്തരം പ്രതിഷേധങ്ങളെ കുറിച്ച് കാര്യമായി തന്നെ പ്രതികരിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ അത്തരം പ്രതികരണം വേണ്ട എന്നൊരു നിലപാടിലേക്ക് മാറി എന്നാണ് മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് ഇന്ന് ഏതാണ്ട് അരമണിക്കൂറോളം അദ്ദേഹം സംസാരിച്ചിരുന്നു. പക്ഷെ ഒരു ഘട്ടത്തിൽ പോലും ഈ പ്രതിഷേധങ്ങളെക്കുറിച്ചോ ഈ അക്രമങ്ങളെക്കുറിച്ചോ മുഖ്യമന്ത്രി ഒരു വാക്കുപോലും പറഞ്ഞില്ല. നേരത്തെ മറ്റു മണ്ഡലങ്ങളിൽ പറയുന്നത് പോലെ സാമ്പത്തിക പ്രതിസന്ധി അടക്കമുള്ള വിഷയങ്ങൾ മാത്രമാണ് പ്രതികരിച്ചത്. പക്ഷേ മുഖ്യമന്ത്രിക്ക് മുൻപ് സംസാരിച്ച മന്ത്രിമാർ, പ്രത്യേകിച്ച് K. രാധാകൃഷ്ണനും വീണ ജോർജും ഒക്കെ തന്നെ ഈ വിഷയങ്ങൾ പരാമർശിച്ചു പോയിരുന്നു. മന്ത്രി വീണ ജോർജ് ഈ ആത്മഹത്യാ സ്ക്വാഡ് എന്ന മുഖ്യമന്ത്രിയുടെ ആ ആരോപണം
അത് ആവർത്തിക്കുകയും ചെയ്യുന്ന കാഴ്ചയുണ്ടായിരുന്നു. മാത്രമല്ല BJP രാഷ്ട്രീയത്തെ കുറിച്ചും ഒക്കെ സംസാരിച്ചു. ക്രിസ്ത്യൻ സമുദായങ്ങൾക്കിടയിലേക്ക് പോകുന്നു BJP തുടങ്ങിയ അതേ പച്ചയ്ക്ക് രാഷ്ട്രീയം പറഞ്ഞു. അതെ, കൃത്യമായ രാഷ്ട്രീയം പറഞ്ഞു. പ്രത്യേകിച്ച് വീണ ജോർജ് ഇന്ന് അത്തരമൊരു രാഷ്ട്രീയ പ്രസ്താവന കൂടി നടത്തി. ഇന്ന് BJP അധ്യക്ഷൻ കെ സുരേന്ദ്രൻ സഭാ ആസ്ഥാനത്ത് പോയി ക്രിസ്മസ് ആശംസകൾ നേർന്നിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് വീണ ജോർജ് പറഞ്ഞത് മണിപ്പൂരിൽ മരിച്ചവരുടെ രക്തം കൊണ്ടെഴുതിയ കാർഡാണ് കെ സുരേന്ദ്രൻ ഇന്ന് സഭാസ്ഥാനത്ത് നൽകിയത്. ഇത് ജനങ്ങൾ തിരിച്ചറിയുമെന്നൊക്കെയാണ്. അത്തരത്തിൽ രാഷ്ട്രീയ നിലപാടിലേക്ക് രാഷ്ട്രീയമായ പ്രസ്താവനകളായിരുന്നു കൂടുതൽ നടന്നിരുന്നത്. മാത്രമല്ല മുഖ്യമന്ത്രിയും ആഗോളവൽക്കരണം അടക്കമുള്ള കേന്ദ്ര സർക്കാരിന്റെയും കോൺഗ്രസിന്റെയും ഒക്കെ നിലപാട് ഒക്കെ തന്നെയായിരുന്നു ഇന്ന് പ്രധാനമായും പരാമർശിച്ചത്. അപ്പോൾ ചർച്ചയിലേക്ക് വന്നാൽ ശ്രീ ബാബു, എന്താണ് കേരളത്തിൽ സംഭവിക്കുന്നത്? നിങ്ങൾ പോകുന്ന വഴിയിലെല്ലാം സംഘർഷമാണ്. ഡിവൈഎഫ്ഐ പ്രവർത്തകർ പോലീസുകാർക്കൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് കതറിട്ട ആൾക്കാരെ പിടിച്ചുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ പോവുക മാത്രമല്ല പട്ടിക കൊണ്ടടിക്കാൻ കാത്തു നിൽക്കുന്നു. തലസ്ഥാന നഗരിയിൽ KSU പ്രവർത്തകർ മുളകുപൊടി നിറച്ച മുട്ടയുമായി പോലീസിനെ നേരിടാൻ വരുന്നു. വണ്ടിപ്പെരിയാറിൽ യൂത്ത് കോൺഗ്രസ് ഡിവൈഎഫ്ഐയുമായി സംഘർഷത്തിലാവുന്നു. സദസ്സ് സംഘർഷമായി മാറിയോ? ഒരിക്കലും ഈ ഇവരാഗ്രഹിക്കുന്നത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് നവകേരള സദസ്സിലൂടെ ജനങ്ങളോട് സംവദിക്കാൻ ലക്ഷ്യമിടുന്ന കാര്യങ്ങൾ ഒരു കാരണവശാലും അവരിലേക്ക് എത്തരുത്. കഴിഞ്ഞ 7 വർഷക്കാലമായി കേരളത്തിലെ അധികാരത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് ഒരുപക്ഷെ കേരള പിറവിക്ക് ശേഷം നാളിതുവരെ ഉണ്ടാകാത്ത അത്ര വലിയ തരത്തിലുള്ള വികസന കുതിച്ചുചാട്ടമാണ് കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ജനങ്ങളോട് വിശദീകരിക്കാനാണ് ഈ നവകേരള സദസ്സിലൂടെ ഗവൺമെന്റ് ശ്രമിക്കുന്നത്. യഥാർത്ഥത്തിൽ ബഹുമാന്യനായ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു, ഞങ്ങൾ ആർക്കും എതിരല്ല, ഏതെങ്കിലും ഒരു പാർട്ടിക്കോ മുന്നണിക്കോ എതിരായി പറയാനല്ല ഞങ്ങൾ ഈ ജാഥ നടത്തുന്നത്. പക്ഷേ ഇന്ന് നിങ്ങൾ തുടക്കം മുതൽ പറയുന്നത് BJPക്കെതിരെയും പ്രതിപക്ഷ നേതാവിനെതിരെയുമാണ്. അത് പറയേണ്ടി വരികയാണ്. അത് പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? അല്ല, ഇപ്പോൾ ഒരു കേരളത്തിന്റെ ഭരണ നേട്ടത്തെ കുറിച്ച് പറയുന്നതിന് പ്രതിപക്ഷത്തെയും കേന്ദ്രത്തെയും വിമർശിച്ചാലേ പറ്റത്തുള്ളൂ. അല്ലാതെ പറയാലോ കൊണ്ടുവന്നിരിക്കുന്ന നേട്ടങ്ങൾ, നമ്മൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ. കേരളം അനുഭവിക്കുന്ന ബുദ്ധിമുട്ടിന്റെ കാരണം എന്താണ് എന്ന് തേടി പോകുമ്പോൾ കേന്ദ്ര ഗവൺമെന്റിനെ കുറിച്ച് പറയാതിരിക്കാൻ കഴിയുമോ? സാമ്പത്തികമായി കേരളത്തിലെ ഗവൺമെന്റിനെ ശ്വാസം മുട്ടിക്കാൻ കേരളത്തിലെ ഗവൺമെന്റ് നടത്തുന്ന വികസന ക്ഷേമ പ്രവർത്തനങ്ങളെ കാരണം ഈ 2016-2021 കാലത്ത് 21 ഭരണ തുടർച്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇന്ത്യയിൽ മറ്റൊരു സ്ഥലത്തും ഇല്ലാത്ത രീതിയിലുള്ള 63 ലക്ഷം പേർക്ക് പെൻഷൻ കൊടുത്തതും കേരളത്തിലെ കഴിഞ്ഞ 5 വർഷക്കാലം നടത്തിയ വികസന പ്രവർത്തനങ്ങളുമാണ്. അങ്ങനെ പോയാൽ ഒരു 5 വർഷം കൂടി ഈ ഗവൺമെന്റിന് ഈ രീതിയിൽ നമ്മൾ അനുവദിച്ചു കൊടുത്താൽ മൂന്നാമതും ഈ ഗവൺമെന്റ് വരും എന്നുള്ള പേടി കൊണ്ടാണ് ഒരു കാരണവശാലും ഇത് അനുവദിക്കാൻ പാടില്ല എന്നുള്ള കേരളത്തിലെ കോൺഗ്രസിന്റെയും അവരുടെ കേന്ദ്രവുമായി ഉള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ അടിസ്ഥാനത്തിലാണ് രണ്ടു കൂട്ടരും സയാമിസ് ഇരട്ടകളെ പോലെ വളരെ കൃത്യമായി ഒരേ വിഷയം രാവിലെ BJP പറയുന്നത് തന്നെ ഉച്ചയ്ക്ക് ശേഷം VD സതീശൻ അടക്കമുള്ള നേതാക്കന്മാർ പറഞ്ഞുകൊണ്ട് ഈ നിലപാടെടുക്കുന്നത്. കേന്ദ്രത്തിൽ നിന്ന് കിട്ടേണ്ട തുക ലഭിച്ചാൽ മാത്രമേ കേരളത്തിൽ വികസന പ്രവർത്തനം നടക്കൂ, കേരളത്തിൽ ക്ഷേമ പ്രവർത്തനം നടത്താൻ കഴിയൂ. അത് നൽകുന്നതിന് ഒരു കാരണവശാലും കേരളത്തിലെ എല്ലാ MP-മാരും ഒരുമിച്ച് മുഖ്യമന്ത്രി യോഗം വിളിച്ചു. കൃത്യമായി പക്ഷെ അതിനു മുമ്പ് ഈ വിഷയങ്ങളൊക്കെ വഴിമാറ്റി വിട്ടത് ആരാണ്? കല്യാശ്ശേരിയിൽ എരിയപുരത്ത് ഞങ്ങളുടെ കൺമുന്നിൽ ഈ പറയുന്ന ഡിവൈഎഫ്ഐ പ്രവർത്തകര് യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരെ പൂച്ചട്ടി എടുത്തും ഹെൽമറ്റ് കൊണ്ടും തുടങ്ങിയ അടിയാണ് കല്യാശ്ശേരി മുതൽ കൊല്ലം വരെ സഹിച്ചത് യൂത്ത് കോൺഗ്രസ്. അതിനുശേഷമാണ് പ്രതിഷേധിച്ചു തുടങ്ങിയത്. യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരെ കയ്യിൽ വടിയുമായി വന്ന് പ്രതിഷേധിച്ചു തുടങ്ങുന്നത് ആദ്യം കാണുന്നത് കൊല്ലത്തല്ലേ? കൊല്ലത്ത് യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകര് വടിയുമായി വന്നത് അവിടെ മുതൽ കൊല്ലത്തല്ല, അതിനു മുമ്പ് തന്നെ അവർ ഇതിനു വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടത്തിയിരുന്നു. എങ്ങനെയാണ് ഇതിന്റെ നിറം കെടുത്താൻ ഈ പറഞ്ഞ കേരളത്തിലെ നവകേരള സദസ്സിനെയും കേരളത്തിലെ ഗവൺമെന്റിനെയും നിറം കെടുത്താൻ ആദ്യം കല്യാശ്ശേരിയിൽ ഈ പറയുന്ന ഡിവൈഎഫ്ഐ പ്രവർത്തകർ യൂത്ത് കോൺഗ്രസുകാരെ ആക്രമിച്ചപ്പോൾ അത് ജീവൻ രക്ഷാ പ്രവർത്തനം എന്ന് പറയാതെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ സംയമനം പാലിക്കണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞിരുന്നെങ്കിൽ ഇത് ഉണ്ടാവില്ലല്ലോ. മുഖ്യമന്ത്രി പറഞ്ഞത് എന്താണ്? ആക്രമണം തുടരും എന്ന രീതിയിലാണ് പറഞ്ഞത്. മാതൃകാപരമാണ്. അതിന്റെ അർത്ഥം ആക്രമണം തുടരൂ എന്നല്ലേ? മുഖ്യമന്ത്രിയെയും കേരളത്തിലെ മന്ത്രിമാരെയും ആക്രമിക്കാൻ നമ്മളെല്ലാം ഒരുപാട് സമരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. ആ സമരങ്ങളിൽ എങ്ങനെയാ പങ്കെടുക്കുന്നത്? നമ്മൾ കരിങ്കൊടി കാണിക്കുന്നതിന് ഇവിടെ കേരളത്തിലെ ഗവൺമെന്റ് എതിരല്ല, അങ്ങനെയല്ല. നമ്മള് ജനാധിപത്യപരമായ രീതിയിൽ സമരം ചെയ്തിട്ടുണ്ട്. പക്ഷേ നിങ്ങൾക്ക് പറ്റും, അല്ല, അങ്ങനെയല്ല. പ്രതിപക്ഷം ചെയ്യാൻ പാടില്ല, നിങ്ങളെ മാധ്യമങ്ങൾ വിമർശിക്കാൻ പാടില്ല, കല്ലെറിഞ്ഞാൽ കുഴപ്പം, ഈ പറയുന്ന കൊടി പിടിച്ചാൽ കുഴപ്പം, കഴുത്ത ഷർട്ടിട്ട കുഴപ്പം, കോൺഗ്രസുകാരനായാൽ തെരുവിൽ നിന്ന് പിടിച്ചോണ്ട് പോകുന്നത് അവസ്ഥ. ഇതൊക്കെയാണ് ഇപ്പൊ സംഭവിക്കുന്നത്. അങ്ങനെയല്ല. അതെല്ലാം ഈ പറഞ്ഞതുപോലെ അർത്ഥം കണ്ടെത്തി അനാവശ്യമായ വിവാദങ്ങളും കരുതൽ തടങ്കൽ. ഈ പറയുന്ന സുധീർ ഇന്ന് പോലീസ് സ്റ്റേഷനിൽ പോയത് അവിടെയുള്ള യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പുറത്തിറക്കാനാണെന്ന് തോന്നുന്നു അല്ലെ? താങ്കളടക്കം എനിക്ക് തോന്നുന്നു പല പ്രമുഖരായ ആൾക്കാരും, അതായത് കോൺഗ്രസ് പാർട്ടിയുമായി അകലെ നിന്ന ബന്ധമുള്ളവരെ പോലും പിടിച്ചോണ്ട് പോവാണ്.
ഇത് വെഞ്ഞാറമൂട്ടിൽ നമ്മളെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. വെഞ്ഞാറമൂട്ടിൽ ഈ ജാഥ വരുമ്പോൾ നേരത്തെ ബഹുമാനിയായ നമ്മളെ ഒരു പ്രതിനിധി പറഞ്ഞതുപോലെ തിരുവനന്തപുരം ജില്ലയിൽ ഞങ്ങൾ ഇത് കൈകാര്യം ചെയ്യും എന്ന തരത്തിൽ വളരെ കൃത്യമായി ആസൂത്രണം ചെയ്ത നാടകത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ അക്രമങ്ങൾക്കെല്ലാം കാരണം. നാടകമാണോ സുധീർ? ആ നാടകത്തിന്റെ തുടർച്ചയാണോ ഇപ്പോൾ സംഭവിക്കുന്നത്? ഒരു സംശയമുണ്ട്, എങ്ങനെയാണ് ഈ മുട്ടയ്ക്കകത്ത് മുളക് പൊടി വെക്കുന്നത് ഒന്ന് പറയാമോ? മുട്ടയ്ക്കകത്ത് മുളക് പൊടി വെക്കുന്നതിന് അതിന്റെ സാങ്കേതിക ആ ഒരു സാങ്കേതിക വിദ്യ അതിന്റെ സാങ്കേതിക വിദ്യ പുതിയ എന്തായാലും ഐറ്റത്തിലേക്കൊക്കെ വന്നു. അല്ല, പെപ്പർ സ്പ്രേ, കേസിനും യൂത്ത് കോൺഗ്രസിനും പെപ്പർ സ്പ്രേ, പരിചയമില്ലാത്തതാണ്. അതിനെക്കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല. പക്ഷേ നമ്മുടെ സുഹൃത്ത് പറഞ്ഞതുപോലെ വെഞ്ഞാറമൂട്ടിൽ ഇന്ന് നടന്ന സംഭവം എന്ന് പറയുന്നത് രാവിലെ യൂത്ത് കോൺഗ്രസ്സുകാരെ കരുതൽ തടങ്കലിലെടുക്കുന്നു. അത് അന്വേഷിക്കാൻ പോയ കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റിന് പഞ്ചായത്ത് മെമ്പറുമായ BK ഹരിയെ പോലീസ് സ്റ്റേഷനകത്ത് വെച്ച് പോലീസിന്റെ സാന്നിധ്യത്തിൽ മാരകായുധങ്ങളുമായി DYFIയുടെ ഗുണ്ട, ഇവിടുത്തെ LC സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ തലക്കടിക്കുന്നു. അദ്ദേഹത്തിന്റെ ഒരു പല്ല് നഷ്ടപ്പെട്ടു. അല്ല, ശരിയല്ല എന്ന് പറഞ്ഞാൽ അത് വളരെ വ്യക്തമായി പറയുന്നു. പോലീസ് സ്റ്റേഷനകത്ത് വെച്ചാണ് ആക്രമിക്കുന്നത്. ദൃശ്യങ്ങളാണ് സംസാരിക്കുന്നത്, റിപ്പോർട്ടറല്ല. ദൃശ്യങ്ങളാണ്. നമ്മൾ നമ്മുടെ ഹെഡ്ലൈനിൽ പോകുന്നുണ്ട്. ആ ദൃശ്യങ്ങളിലുണ്ട് അകത്ത് കയറി തല്ലുന്നത്. പോലീസ് സ്റ്റേഷനുള്ളിൽ CPMന്റെ നേതാക്കൾ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അടക്കമുള്ള ആളുകളെ മർദ്ദിച്ചതിന്റെ ദൃശ്യങ്ങളുണ്ട് അല്ലേ? സംഭവിച്ചിട്ടുണ്ട്, ദൃശ്യങ്ങളുണ്ട്, സംഭവിച്ചിട്ടുണ്ട്. CPMന്റെ അറിവ് എന്താണെന്നുള്ളത് നമുക്കിവിടെ വിഷയമല്ല. കാര്യം ഇത് പകൽ പോലെ വ്യക്തമാണ്. കാര്യം പ്രിവന്റീവ് അറസ്റ്റ് ചെയ്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് ആളും കൂട്ടിയല്ല പോയത്, ഒറ്റയ്ക്കാണ് പോകുന്നത്. അദ്ദേഹം സ്റ്റേഷന് പുറത്ത് നിൽക്കുമ്പോഴാണ് ഇവിടുത്തെ LC സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള ഒരു വലിയ സംഘം കയ്യിൽ മാരകായുധങ്ങൾ എന്ന് പറഞ്ഞാൽ പാര പോലെയുള്ള നമ്മുടെ ഇരുമ്പ് പൈപ്പ് പോലെയുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മൃഗീയമായി ഉപദ്രവിച്ചു. പക്ഷെ നിങ്ങളുടെ നേതാക്കളല്ലേ തെരുവിൽ നേരിടും, എണ്ണി അടിക്കും എന്നൊക്കെ പറഞ്ഞത്? അപ്പൊ അങ്ങോട്ടടിച്ചാൽ ഇങ്ങോട്ട് വടി ഉണ്ടാവും. അല്ല, തെരുവിൽ നേരിടും എന്ന് കോൺഗ്രസും യൂത്ത് കോൺഗ്രസും പറയാനുണ്ടായ സാഹചര്യം എന്താണ്? എന്നാണ് കോൺഗ്രസ് അങ്ങനെ ഒരു ആഹ്വാനം നടത്തിയതെന്ന് നമ്മൾ ആലോചിക്കണം. ഇത് നമ്മുടെ ഈ യാത്ര തുടങ്ങുമ്പോൾ തുടങ്ങിയ അക്രമമാണ്. അത് യൂത്ത് കോൺഗ്രസ്സുകാരെ കല്യാശ്ശേരിയിൽ നിന്നും തുടങ്ങിയ അക്രമം അത് ഏകദേശം നമ്മുടെ കൊല്ലം വരെ എത്തുമ്പോൾ എത്രയോ നിരപരാധികളായിട്ടുള്ള യൂത്ത് കോൺഗ്രസ്സുകാർക്ക് ചെറിയ മർദ്ദനങ്ങളല്ല, ക്രൂരമായ മർദ്ദനങ്ങളാണ് ഏറ്റത്. അവരുടെ ജീവൻ തന്നെ ഭീഷണിയാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നപ്പോഴാണ് കോൺഗ്രസ്. അല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, എത്ര പേര്, അല്ല ഒരു നിമിഷം സാർ, കൊല്ലം വരെ എത്തുന്നതിനിടയിൽ എത്ര പേര് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്? ഏകദേശം ഈ നവകേരള സദസ്സ് കല്യാശ്ശേരിയിൽ 2 പേർ. അല്ല, അത് കല്യാശ്ശേരിയിൽ 2 പേർ. പ്രധാനപ്പെട്ട അവിടെ ഇങ്ങോട്ട് വന്നാൽ കൊല്ലത്ത് എനിക്കൊന്ന് തോമസിന്റെ അവിടെയും പിന്നീട് ഈ പറയുന്ന 1-2 പ്രവർത്തകർക്കെതിരെയുള്ള മർദ്ദനമല്ലേ ഉണ്ടായിട്ടുള്ളൂ. അത് ഈ പറയുന്ന വലിയ സംഭവം. ആ തല്ല് കിട്ടിയത് കേസെടുക്കുന്നതിന്റെ കാര്യമാണ്. അതിനുവേണ്ടി കേരളം മുഴുവൻ ഒരു സംഘർഷഭൂമിയാക്കണം. അത് ഇതിനൊരു ചെറിയ സംഭവമായിട്ടോ അല്ലെങ്കിൽ ഒരു 2 സ്ഥലത്ത് മാത്രമാണ് ഈ അക്രമം നടന്നത് എന്ന് നിസ്സാരവൽക്കരിക്കാൻ പാടില്ല. കാര്യം ഈ സംഭവത്തിന് ശേഷവും തുടർന്ന് DYFI പ്രവർത്തകർ എവിടെയൊക്കെയാണ് ആക്രമിച്ചത് നിങ്ങൾ തിരിച്ചടിക്കുന്നതിന് മുമ്പ് ഒന്ന് പറയൂ, കല്യാശ്ശേരിയിലല്ലാതെ? അല്ല, ഞാൻ പറഞ്ഞത് ഈ പറഞ്ഞതുപോലെ പ്രധാനപ്പെട്ട 2 സംഭവങ്ങൾ എന്ന് പറയുന്നത് കല്യാശ്ശേരിയും ഇതുമാണ്. പക്ഷേ എവിടെയൊക്കെയാണോ ഈ നവകേരള സദസ്സ് നടന്നിട്ടുള്ളത് അവിടെയെല്ലാം ചെറിയതും വലുതുമായ വലിയ സംഘർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ വലിയ സംഘർഷങ്ങളിലൂടെ പാർട്ടി പ്രവർത്തകർക്കുണ്ടായ മാരകമായ മുറിവും അതുപോലെ തന്നെ പരിക്കുകളുമാണ് പ്രതിരോധിക്കുവാൻ ആയുധങ്ങളും കയ്യിലെടുക്കുവാൻ പാർട്ടി ആഹ്വാനം ചെയ്തിട്ടില്ല. നിങ്ങൾ അടിക്കും, പ്രതിരോധിക്കുവാൻ പാർട്ടി നിർബന്ധിതരായത് എന്നാണ് യാഥാർത്ഥ്യം. മുളക് പൊടി ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ വെഞ്ഞാറമൂടിലെ സംഭവം തന്നെ നമുക്ക് എടുക്കാം. എന്ത് പ്രകോപനമാണ് ഇവിടെ ഉണ്ടായത്? ഇവിടെ രാവിലെ മുതൽ ഇവിടുത്തെ DYFIയുടെ ഗുണ്ടാ സംഘങ്ങൾ ബൈക്കുകളിൽ മാരകായുധങ്ങളുമായി കോൺഗ്രസ് പ്രവർത്തകരെ വീടുകൾ തിരക്കി പോവുകയാണ്. അതിന് വ്യക്തമായ തെളിവുണ്ട്. വെറുതെ അയാൾ വീട്ടിൽ നിന്ന് വന്ന പ്രവർത്തകരെ റോന്ന് ചുറ്റുന്ന CPM ഗുണ്ടാണെന്ന് ആക്രമിച്ചു. 2 സ്റ്റിച്ചുമായിട്ട് അദ്ദേഹം ആശുപത്രിയിലാണ്. വിഷ്ണു എന്ന് പറയുന്ന പ്രവർത്തകൻ പരിക്കേറ്റു. അയാൾ ഒറ്റയ്ക്ക് ഒന്നുമല്ല, പിണറായി വിജയന്റെ യാത്ര പാവപ്പെട്ട വീട്ടിൽ നിന്ന് വരികയായിരുന്നു. അയാളെ മർദ്ദിച്ചു. എന്തിനു മർദ്ദിച്ചു? മറുപടി പറയണം. മറുപടി പറഞ്ഞേ പറ്റൂ. അങ്ങനെ ഒന്നും ഒരു മർദ്ദനവും ആശുപത്രിയിലാണ്. DYFIക്കാർ സ്വാഭാവികമായി ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ കഴിഞ്ഞ 2-3 ആഴ്ചക്കാലമായി രാവും പകലും ഇല്ലാതെ ഈ പരിപാടി വിജയിപ്പിക്കാനാണ് ഞങ്ങൾ നിന്നത്. ഞങ്ങളെ DYFI സഹാക്കൾ അതിനുവേണ്ടി നിന്നിട്ടുണ്ടാവും. 20,000 പേരെ ഞങ്ങൾ പ്രതീക്ഷിച്ചെങ്കിൽ 30,000
സർക്കാർ പരിപാടിയാണ്. ഡിവൈഎഫ്ഐ അതിനല്ല ഞങ്ങൾ ഡിവൈഎഫ്ഐ ആണ് നിന്നും പറഞ്ഞത്. ഞങ്ങള് സർക്കാർ പരിപാടിയാണ്. വില്ലേജ് ഓഫീസറുണ്ട്, തഹസിൽദാറുണ്ട്, എല്ലാവരും ഉണ്ട്. എല്ലാം ഡിവൈഎഫ്ഐ. പക്ഷെ ഞങ്ങളെ വീട്ടിൽ ഈ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ പരിപാടി യൂത്ത് കോൺഗ്രസ് അല്ലല്ലോ സാറേ സംഘടിപ്പിച്ചത്. ഉമ്മൻചാണ്ടി സർക്കാർ ജനസമ്പർക്ക പരിപാടി പോയി. യാതൊരു സംഘാടനവുമായി യാതൊരു റോളുമില്ല. ഡിവൈഎഫ്ഐ ഞങ്ങള് ഡിവൈഎഫ്ഐയോ വേറെ ആരും നിയമം കയ്യിലെടുക്കാൻ ഡിവൈഎഫ്ഐ ഏൽപ്പിച്ചിട്ടില്ലല്ലോ ആരും. ഇല്ല, ഒന്നുമില്ല. ഡിവൈഎഫ്ഐ അത്തരം കാര്യങ്ങൾ ഇവർ പറയുന്നത് ഈ പോലീസ് സ്റ്റേഷനിൽ കയറിപ്പോയി മർദ്ദിച്ചു മാടപ്രാവിനെ പോലെയല്ല, വ്യക്തമായ തെളിവുകളുണ്ട്. വെഞ്ഞാറമൂട് പോലീസ് കേസ് പറഞ്ഞ ഏതെങ്കിലും ഒരു നിരപരാധിയായ ആൾ ഏതെങ്കിലും തരത്തിൽ പോലീസിന്റെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇതിന് വിധേയരായിട്ടുണ്ട്. ഇവർ മനഃപൂർവ്വമായി മുഖ്യമന്ത്രിയും 20 മന്ത്രിമാരും പോകുന്ന ബസിന്റെ മണ്ടയില് എടുത്ത് കുറുകെ ചാടി ഒരു രക്തസാക്ഷിയെ സൃഷ്ടിക്കാൻ വേണ്ടി പരമാവധി ശ്രമിച്ചാൽ ഗവർണറുടെ കാറിലേക്ക് SFI ചാടിയതുപോലെ അല്ലേ? ഗവർണറുടെ കാറിലേക്ക് SFI ചാടിയതുപോലെ ഗവർണറുടെ കാറിന് മുന്നിലേക്കൊന്നും SFI ചാടിയിട്ടില്ല. പോലീസ് 76,000 രൂപയുടെ നഷ്ടമാണ് വരുത്തിയിരിക്കുന്നതെന്നാണ് പറയുന്നത്. അത് വെറുതെ ഫാബ്രിക്കേറ്റ് ചെയ്ത കഥയാണ്. അത് ഗവർണർ പോലീസുകാരന്മാരെ കൊണ്ട് എഴുതി വെപ്പിക്കുന്നതാണ്. അങ്ങനെയൊന്നും SFIക്കാർ അവിടെ ചെയ്തൊന്നുമില്ല. ഒരു തരത്തിലും അവരവിടെ അടുത്ത് പോയിട്ടില്ല. മനഃപൂർവ്വമായി ഒരാള് പറഞ്ഞതിന് കൂടി സമാധാനം. നിങ്ങൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ നേരിട്ടുള്ളൂ. ഒരു പുതിയ സംഭവമായിട്ടാണ് ഈ യുവമോർച്ച പ്രവർത്തകരെ നിങ്ങൾ വർദ്ധിച്ചതെന്തിന്? എന്റെ പൊന്ന് സാറെ, നമ്മൾ ഒരു യുവമോർച്ച പ്രവർത്തകനെയും അങ്ങനെ ആക്രമിച്ചിട്ടില്ല. അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള സംഭവം ഉണ്ടായിട്ട് ഞങ്ങളെ സംബന്ധിച്ചോളം ഇതുവരെ ശ്രദ്ധയപ്പെട്ടിട്ടില്ല. ഏകദേശം 4 മണിയോട് കൂടി ചുറ്റുന്ന ഡിവൈഎഫ്ഐ ഗുണ്ടകൾ അടിച്ചു. പോയോ? ഇല്ല, അയാൾ ഒന്നിനും പോയില്ല. അയാളൊന്നും അറിയുന്നില്ല. പിന്നെയാണ് പറഞ്ഞത് പിണറായി ഇവരുടെ കഥയുടെ വിശ്വാസ്യത. ശബരിമലയിലെ ഒരു കൊച്ചുകുട്ടി അവന്റെ അച്ഛൻ പാപ്പം വാങ്ങിക്കാൻ പോയിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്ക് അവന് ഉണ്ടായ കാര്യത്തെ സംബന്ധിച്ച് എവരും കോൺഗ്രസ്സുകാർ നടത്തിയ ഒരു ബിസ്ക്കറ്റ് വാങ്ങിക്കാൻ അച്ഛൻ പുറത്തു പോയത് എന്താണ് ഭജന സംഘടിപ്പിച്ച ഏക പാർട്ടി കോൺഗ്രസ് ആണ്. അതോട് പിൻവലിച്ചോടേണ്ടി വന്നു. അത് മാത്രമല്ല, അതിൽ ഈ പറഞ്ഞ ശബരിമല പിണറായി വിജയൻ മുടക്കണം. അതാണ് ഒരു നിമിഷം. ഈ തീർത്ഥാടനവും നവകേരള സദസ്സും തമ്മിൽ എന്താ പോയേണ്ട അയ്യപ്പ ഭക്തന്മാരുടെ വാഹനം ഏത് വഴിയാണ് പോയെന്ന് നോക്കണം. എല്ലാ വാഹനങ്ങളും ബ്ലോക്കിൽ പെട്ട് കിടക്കുകയാണ്. എത്ര സമയം ഈ കോൺഗ്രസ്സുകാർ അതൊക്കെ വെറുതെ മണിക്കൂറുകളോളം ഞാൻ ചോദിക്കട്ടെ, ഈ മുഖ്യമന്ത്രി പോകുന്നതിന് മുമ്പ് എല്ലാ വാഹനങ്ങളും ഇതുവഴിയല്ലേ വിട്ടത്? അത് പറഞ്ഞത് KP ഗണേഷ് കുമാറാ. KP ഗണേഷ് കുമാർ പറഞ്ഞിട്ടുണ്ട് തന്റെ അമ്മയുടെ നമ്മുടെ മറ്റേ സിനിമയിൽ പറയില്ലേ, 3ാമത്തെ പെഗിൽ ഐസ് ഇടുമ്പോ വരാ ഇല്ല, ഇനി വെഞ്ഞാറമൂട് എത്തി, ഇനി നാളെ കാണാൻ പറ്റും പറയുന്ന പോലെ ആ അവസ്ഥയാണ് വെഞ്ഞാറമൂടിന്റെ മൊത്തത്തിലുള്ള അവസ്ഥ. അത് ട്രാഫിക് ബ്ലോക്ക് അങ്ങനെയാണ്. നമ്മുടെ നഗരപരിഷ്കരണം ഒക്കെ അങ്ങനെ നിൽക്കുക. അവിടെ കമ്മീഷൻ വരും. അല്ല, സാർ ചോദിച്ചു എങ്ങനെയാണെന്ന്. ഇവര് ചക്കളത്തി പോരാണ് കാണിക്കുന്നത്. ഇവർ ഈ അക്രമത്തിന്റെ പേരില് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ധാരണയുടെ പുറത്താണ് ഈ യാത്ര തുടങ്ങിയ സമയം. ഈ യുവമോർച്ചക്കാർ ഇന്നലെ യുവമോർച്ചക്കാർ കൊല്ലത്ത് ഈ പറയുന്ന ഡിവൈഎഫ്ഐ പ്രവർത്തകരെ അടിച്ചു. സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ഒരുമിച്ചൊക്കെ നിന്ന് പോരാടിയ പോരെ? യൂത്ത് കോൺഗ്രസ് യുവമോർച്ചയും കൂടെ അങ്ങനെയല്ലോ. രണ്ട് സ്ഥലത്ത് വെച്ച് അടിക്കുന്നതിന് ഒരുമിച്ചാകുമ്പോൾ നിങ്ങൾ ആത്മബലം കൂടും. ദേശീയ തലത്തിൽ ഇവരാണ് ഒരു മുന്നണി. ഒറ്റ മുന്നണിയിൽപ്പെട്ട ആൾക്കാരാണ്. ഇവരെന്തിനും ഇവിടെ കിടന്നടിക്കുന്നു. ഇപ്പൊ ഇവര് കാണിക്കുന്നുണ്ടോ തോന്നുന്നു BJP ആണ് കേരളത്തിലെ ഏറ്റവും വലിയ പാർട്ടി. BJP എന്റെ സംശയത്തിന് നിങ്ങൾ രണ്ടു കൂട്ടരും കൂടെ ഈ സദസ്സ് തിരുവനന്തപുരത്ത് സമാപിക്കുമ്പോൾ ആ സദസ്സിന്റെ നേട്ടങ്ങൾ ജനങ്ങളിൽ എത്താതിരിക്കാൻ വേണ്ടി മനഃപൂർവ്വം നടത്തുന്ന നാടകമാണ്. ഇവർ രണ്ടുപേരും കൂടെ ഒരുമിച്ചാ പോരെ? ഇവര് ഒരുമിച്ചില്ല. ഇടതുപക്ഷ ഗവൺമെന്റിനെതിരെ സമരം നടത്തുന്നതിന് യുവമോർച്ചയുടെയും BJPയുടെയും സഹായമൊന്നും കോൺഗ്രസിന് വേണ്ട, UDFനും വേണ്ട. കോൺഗ്രസിനും യൂത്ത് കോൺഗ്രസിനും ഒക്കെ സമരങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് അത് വിജയിപ്പിക്കും. നല്ലവരായ സംഘപരി പറയാനുണ്ടെങ്കിൽ അങ്ങനെ ഒരു ചരിത്രം ഈ കേരളത്തിൽ ഇല്ലല്ലോ. ഈ പറയുന്നത് പോലെ ഇപ്പൊ വെഞ്ഞാറമൂട് നടന്ന സംഭവം ഈ പറഞ്ഞതുപോലെ അത് യുവമോർച്ച പ്രവർത്തകനെ അടിച്ചതും ഈ നമ്മുടെ സമരവുമായി യാതൊരു ബന്ധവും. അല്ല, ഞാനൊരു അടിസ്ഥാന ഒരു കാര്യം എനിക്ക് പ്രേക്ഷകരുടെ മുന്നിൽ പറയാനുള്ളത്, എന്തിനാണ് ഇത്രയും വലിയ സംഘർഷത്തിലേക്ക് യൂത്ത് കോൺഗ്രസും KSUം കോൺഗ്രസും ഒക്കെ നീങ്ങുന്നത്? അത്രയും വലിയ സംഭവങ്ങൾ കേരളത്തിൽ നടന്നിട്ടുണ്ടോ? അല്ല, സംഘർഷം അതായത് നോക്കൂ, ഒറ്റപ്പെട്ട അക്രമ സംഭവങ്ങൾ നടന്നു എന്നത് ഒഴിച്ചു നിർത്തിയാൽ കേരളം മുഴുവൻ ഒരു സംഘർഷവും ഗോഗോവിളിയും കുരുക്ഷേത്ര യുദ്ധപ്രഖ്യാപനവും എന്തിന് സാർ? എങ്ങനെയാണ് ഈ സാഹചര്യത്തിലേക്ക് വന്നതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്.
ഇവിടെ ഈ നവകേരള സദസ്സുമായി ഒരു ബന്ധപ്പെട്ട് ചൂരലടിച്ച് ജനാധിപത്യപരമായി വേണ്ടി, ജനാധിപത്യപരമായി പുറത്താക്കാൻ സമരം വേണ്ടി ചെയ്യുവാനുള്ള ആളുണ്ടെങ്കിൽ, യൂത്ത് കോൺഗ്രസിന്റെയും അവകാശത്തിന്റെ ഭാഗമായാണ് ഈ കരിങ്കൊടി നിങ്ങൾ എന്തിനാ കരിങ്കൊടി കാണിച്ചത് യൂത്ത് കോൺഗ്രസ്? കരിങ്കൊടി ഉയർത്തി കാണിക്കുന്നത് ജനാധിപത്യപരമായ രീതിയിലുള്ള ഒരു സമരം. അതൊരു കാരണം വേണ്ടേ? കോൺഗ്രസും യൂത്ത് കോൺഗ്രസും അല്ല, എന്താണ് നിങ്ങളുടെ കാരണമെന്ന് ഈ നിങ്ങൾ സർക്കാരിന്റെ പറയുന്നില്ല. ജനദ്രോഹ നയ- നിങ്ങൾ ഇപ്പൊ പറയുന്നത് നടപടികളെ സംഘർഷത്തിനെതിരെ, സംഘർഷം അല്ല, ഈ ഉണ്ടാവുന്ന കേരള ഗവൺമെന്റ് കോടിക്കണക്കിന് രൂപയുടെ നഷ്ടത്തിലേക്ക് സാമ്പത്തികമായ വലിയ പ്രതിസന്ധി നേരിടുമ്പോൾ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് വലിയൊരു ദൂർത്ത് ഇടതുപക്ഷ ഗവൺമെന്റ് നവകേരള സദസ് എന്ന് പറഞ്ഞുകൊണ്ട് നടത്തുന്നതിൽ പ്രതിഷേധിച്ചുകൊണ്ട് നിങ്ങൾ ആഹ്വാനം ചെയ്തിട്ടില്ല. അങ്ങനെ പ്രതിഷേധമോ കരിങ്കൊടി പ്രതിഷേധമോ കോൺഗ്രസോ യൂത്ത് കോൺഗ്രസോ ആഹ്വാനം ചെയ്തിട്ടില്ല. ഇല്ല, യൂത്ത് കോൺഗ്രസ് ആഹ്വാനം ചെയ്തത് സംഘർഷത്തിന്റെ ഭാഗമായിട്ട് തങ്ങളുടെ പ്രവർത്തകരെ മർദ്ദിക്കുന്നതിൽ പ്രതിഷേധിച്ചും കരുതൽ തടങ്ങളിൽ വെക്കുന്നതിനെതിരെയും പ്രതിഷേധം. സ്വാഭാവികമായും അങ്ങനെ ഒരു സമരാഹ്വാനം ഇല്ലെങ്കിൽ പോലും ഓരോ പ്രദേശത്തും ഇതുപോലെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെയുള്ള കോൺഗ്രസും അതുപോലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സമരവുമായി മുന്നോട്ട് വരുമ്പോൾ അവരെ നമുക്ക് മുബഷീർ റോഷിപാലും ഒക്കെ വടക്ക് നിന്ന് ഇങ്ങോട്ട് ഉണ്ടായിരുന്നതാണ്. റോഷിപാൽ വടക്ക് ആദ്യം റിപ്പോർട്ട് ചെയ്തിരുന്നു. മുബഷീർ ത്രൂ ഔട്ട് ഉണ്ടായിരുന്നു. മുബഷീർ, ഈ മലപ്പുറം ജില്ലയിലാണെങ്കിലും കോഴിക്കോടാണെങ്കിലും ഒക്കെ പ്രതിഷേധം ഇത്രമേൽ കണ്ട് ശക്തമായിരുന്നില്ല, അഥവാ തെരുവിൽ ഏറ്റുമുട്ടുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നില്ല. കല്യാശ്ശേരിയിൽ കണ്ടെങ്കിലും ആ രീതിയിൽ വലിയ രീതിയിലുള്ള ഒരു തടസ്സമൊന്നും ഉണ്ടായിരുന്നില്ല. കൊല്ലം വരെ ഏകദേശം ശാന്തമായിരുന്നു. ചെറിയ കരിങ്കൊടി പ്രതിഷേധങ്ങൾ മാറ്റിവെച്ചാൽ. അപ്പൊ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഒരു പ്രഖ്യാപനമുണ്ടോ? കരിങ്കൊടി പ്രതിഷേധത്തിന് ഒരു ആഹ്വാനമുണ്ടോ? ഇല്ല. പക്ഷേ ഈ തല്ലിന്റെ പേരിൽ പിന്നെ കരിങ്കൊടി കാണിക്കുന്നു. ആദ്യം കരിങ്കൊടി, പിന്നെ തല്ല്, വീണ്ടും കരിങ്കൊടി കാണിച്ചതിന്റെ പേരിൽ ഇതാണോ സംഭവിക്കുന്നത്? യഥാർത്ഥത്തിൽ അരുൺകുമാർ, ഇവരുടെ ഈ സമര ആഭാസങ്ങൾ കൊണ്ട് പൊതുജനം വളരെയധികം രണ്ടുപേരുടെയും. കാരണം ഉത്തരവാദിത്തപ്പെട്ട മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളുടെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കൾ ഇതിനെ തള്ളിപ്പറയുന്നില്ല എന്നുള്ളത് ഇന്ന് മുഖ്യമന്ത്രിയുടെ വാർത്താ അതാണ് ശ്രീ ബാബു മുബഷീർ പറഞ്ഞതാണ് അതിനകത്ത് പ്രസക്തമായ കാര്യം. LDF കൺവീനറെ പോലെ മുതിർന്ന ഒരു നേതാവ് തെരുവിൽ വാടാ, പോരിന് വാടാ എന്ന രീതിയിൽ വിളിക്കുകയാണ്. മറുഭാഗത്ത് പ്രതിപക്ഷ നേതാവ് പകരം ചോദിക്കുന്നു പറയാണ്. മുതിർന്നൊരു നേതാവ് പറയാ വാക്ക് മാത്രമേ ഉള്ളൂ, ആക്ഷന് മൂർച്ച പോരാ എന്ന് പറയുകയാണ്. എന്താണ് കേരളത്തിൽ സംഭവിക്കുന്നത്? അത് ഇന്നലെ പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റ് ഡൽഹിയിലും വളരെ കൃത്യമായി ഇവരെ പോലുള്ള നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് ആഹ്വാനം നൽകി. നിങ്ങൾ ഒരു കാരണവശാലും ഇങ്ങനെ കരിങ്കൊടി മാത്രം കാണിച്ചാൽ പോരാ, ആക്ഷനിലേക്ക് പോകണം. മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും ഈ പരിപാടി കലക്കാനും ആക്രമിക്കാനും കിട്ടുന്ന എല്ലാ അവസരങ്ങളും പ്രയോജനപ്പെടുത്തണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്നലെ യഥാർത്ഥത്തിൽ അവിടെ സെക്രട്ടേറിയറ്റ് നടന്ന കാര്യം മാത്രം സമയം ഇത്തരത്തിൽ പ്രതിഷേധം നടത്തിയ യുവജന സംഘടനകൾ, വിശേഷം യൂത്ത് കോൺഗ്രസിനെ ഉൾപ്പെടെ ഹെൽമെറ്റ് ഉപയോഗിച്ചും പൂച്ചട്ടി ഉപയോഗിച്ചും അടിക്കുന്നത് മുഖ്യമന്ത്രി പറഞ്ഞത് ജീവൻ രക്ഷാ ദൗത്യമെന്നാണ്. നവകേരള സദസ്സിന്റെ പര്യടനം അവസാനിക്കാനിരിക്കെ മാധ്യമപ്രവർത്തകർ വീണ്ടും അദ്ദേഹത്തോട് ആ ചോദ്യം ആവർത്തിക്കുന്നുണ്ട്. അദ്ദേഹം ആ ഒരു ന്യായീകരണത്തിൽ ഉറച്ചു നിൽക്കുന്നത് മാത്രമല്ല കണ്ടതാണ് ഞങ്ങളും ജീവൻ രക്ഷാ ദൗത്യം നടത്തുന്നു എന്നതാണ്. അതെ, സ്വാഭാവികം. എന്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ. അതായത് UDF ആണെങ്കിലും LDF ആണെങ്കിലും ഇത്തരത്തിൽ അണികൾക്ക് യാതൊരു ബോധവും അടിസ്ഥാനവും ഇല്ലാതെ ഇത്തരം നിർദ്ദേശം നൽകുന്നത് അവരിലുണ്ടാക്കുന്ന വൈകാരികമായുള്ള ചില ചിന്തകളുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ അവർ നടത്തുന്ന സമര ആഭാസങ്ങളായി ഇവ മാറുന്നു എന്നുള്ളതാണ് പൊതുജനത്തിന്റെ വിലയിരുത്തൽ. പക്വതയുള്ള മുതിർന്ന നേതൃത്വം ഈ തീ ആളിക്കത്തിക്കാനാണോ ശ്രമിക്കേണ്ടത്, അണയ്ക്കാനാണോ? കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ മുഖ്യമന്ത്രിയായാലും മന്ത്രിമാരായാലും നേതാക്കന്മാരായാലും ഒരു കാരണവശാലും നമ്മുടെ സംസ്ഥാനത്ത് നിലനിൽക്കുന്ന സമാധാന അന്തരീക്ഷം കെടുത്തുന്ന ബോധപൂർവമായി ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഇത്തരം അക്രമ സമരങ്ങളെ അംഗീകരിക്കുന്നില്ല. അതൊരു കാരണവശാലും അംഗീകരിക്കരുത്. അതിനെ പ്രതിരോധിക്കാനും ആ തരത്തില് പോയി അക്രമം ഉണ്ടാക്കാനും ഒരു ആഹ്വാനവും LDFന്റെ കൺവീനർ ആയിരുന്നാലും ഇടതുപക്ഷ ജനാധിപത്യം അടിക്കാനാണെങ്കിൽ തിരിച്ചടിക്കും എന്ന രീതിയിലാണ് ആഹ്വാനം. ഒരു തരത്തിലും ഒരു അക്രമത്തിന് എതിരായിട്ടുള്ള ഒരു അക്രമത്തിന് ഒരു അംഗീകാരം കൊടുത്തുകൊണ്ടുള്ള സ്റ്റേറ്റ്മെന്റ് അല്ല. നിങ്ങളുടെ നേതാക്കൾ എന്താണ് ഇത്ര അപക്വമായി പെരുമാറുന്നത്? ഈ വൈകാരികമായി തീ ആളിക്കത്തിക്കുന്നത് എന്തിനാണ്? ഒരിക്കലും കോൺഗ്രസ് ഈ സമരത്തെ ഒരു വൈകാരികമായി ആളിക്കത്തിച്ചുകൊണ്ട് അക്രമത്തിലേക്ക് പോയിട്ടില്ല. ഞാൻ അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം ഞാൻ ഇവിടെ നടന്ന കാര്യം പറയാം. ഇവിടെ നടന്നത്, ഇന്ന് രാവിലെ യൂത്ത് കോൺഗ്രസ്സുകാരെ അറസ്റ്റ് ചെയ്യുന്നു. യൂത്ത് കോൺഗ്രസ്സുകാരെ അറസ്റ്റ് ചെയ്യുമ്പോൾ അത് തിരക്കി പോകുന്നവരെ സ്റ്റേഷനകത്ത് വെച്ച് ആക്രമിക്കുന്നു. അതിനുശേഷം 12 മണി മുതൽ ഇവിടുത്തെ കോൺഗ്രസിന്റെ പ്രാദേശിക നേതാക്കളുടെ വീടുകളുടെ മുന്നിൽ ഇതുപോലെ മാരകായുധങ്ങളുമായി ആളെ വിന്യസിക്കുകയാണ്. അതെ, ഒരു കാരണവശാലും നമ്മൾ കരിങ്കൊടി കാണിക്കുവാനോ അല്ലെങ്കിൽ ആ കുടുംബാംഗങ്ങളെ പോലും പുറത്തുവിടാൻ അനുവദിക്കാതെ
ഈ നെല്ലനാട് ഹൗസ് അറസ്റ്റിലാക്കുന്നു. അതെ, ഹൗസ് അറസ്റ്റിലാകുന്ന രീതിയിലേക്കാണ് ഇന്ന് ഇവിടെ ഈ പറയുന്നത് പോലെ CPM-ഉം അതുപോലെ ഞങ്ങൾ ഇവിടെ നേതാക്കൾ ഇതൊന്നും അറിയാതെയാണ് അത് വിശ്വസിക്കില്ല. കാര്യം പോലീസ് സ്റ്റേഷൻ ആക്രമണത്തിൽ ഒന്നാം പ്രതി ഇവിടുത്തെ LC സെക്രട്ടറിയാണ് പോലീസ് സ്റ്റേഷനിൽ കയറി ഇവിടുത്തെ കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് തലയടിച്ച് പൊട്ടിച്ച കേസിൽ പ്രതി ഒന്നാം പ്രതി. CPM-ന്റെ നേതൃത്വം അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ള കാര്യം അല്ല, അദ്ദേഹം ഈ പറയുന്നത് പോലെ എന്തെങ്കിലും പറയുമ്പോൾ എനിക്ക് അറിയില്ല, അത് കെട്ടുകഥകളാണ് എന്ന് പറഞ്ഞാൽ ഓരോ കോൺഗ്രസുകാരന്റെയും വീടിന് മുന്നിൽ താവളം അടിച്ച് ഗുണ്ടകളായി അവിടെ നിന്നവരെ എന്റെ വീട്ടിന്റെ മുന്നിലുണ്ടായിരുന്നു. ഞാൻ അതാ പറഞ്ഞത്, എന്റെ വീട്ടിന്റെ ആരാണ് വിശ്വസിക്കുന്നത്? എന്റെ വീട്ടിന്റെ ഏതെങ്കിലും കോൺഗ്രസുകാരനെ ഇവിടെ ഇറങ്ങി നടക്കുന്നതിന് എന്തെങ്കിലും തടസ്സമുണ്ടോ? പ്രവീണയുടെ ചോദിച്ചാൽ തന്നെ അറിയാം. പ്രവീണ എന്റെ നാട്ടുകാരിയാണ്. ഇതൊക്കെ വെറുതെ പറയുന്നതാണ്. കോൺഗ്രസുകാർക്കെന്നല്ല, നമ്മളെ നാട്ടിലെ മറുപടിയുണ്ട്. വ്യക്തിപരമായ മറുപടിയുണ്ട്. അങ്ങനെ പ്രേക്ഷകർ പകുതി അറിയത്തുള്ളൂ. എന്ത് കള്ളവും പറഞ്ഞ് എനിക്കറിയാം. കഴിഞ്ഞ ദിവസം സംസാരിച്ചപ്പോഴത്തേക്ക് പ്രവീണ ഒരാളെ രക്ഷിക്കുന്നത് ഞാൻ കണ്ടു. UDF-ന്റെ ഒരു നേതാവ് ഒരു സമരത്തിന്റെ മുദ്രാവാക്യം എന്താണെന്ന് ചോദിച്ചപ്പോ ഡോക്ടർ നിങ്ങൾക്ക് ഓർമ്മയില്ലേ എന്നാണ് ചോദിച്ചത്. പ്രവീണ രക്ഷിക്കുന്നത് ഞാൻ കണ്ടു. ഓർമ്മയില്ലേ എന്നാണ് ചോദിച്ചത്. പക്ഷെ ഇത് മനഃപൂർവ്വമായി പറഞ്ഞു വരുന്നതാണ്. നോക്കുന്നു, ഓരോരുത്തരെ പരിശോധിക്കുന്നു. സ്ത്രീകളടക്കമുള്ള കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടോ ഇല്ലയോ? വെഞ്ഞാറമൂട്ടിൽ സിമ്പിൾ ചോദ്യമാണ്. എനിക്ക് പറഞ്ഞുകൂടാ. സ്ത്രീകളടക്കമുള്ള, അതായത് എഴുന്നേറ്റ് നിന്ന് നടക്കാൻ മാത്രം ശേഷിയുള്ള സ്ത്രീകളെ പോലും ഈ പറയുന്ന പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ടുണ്ട്. എന്തിനാണ് ഇങ്ങനെ പരിഭ്രാന്തി സൃഷ്ടിക്കുന്നത്? ചെറുപ്പക്കാരെ കൊണ്ടുപോകും. ഓക്കെ, ഞാൻ ചോദിക്കട്ടെ, വീട്ടിലിരുന്ന ഏതെങ്കിലും ഒരു സ്ത്രീക്ക് അങ്ങനെ വരുമോ? പിന്നെ വീട്ടിലിരിക്കണമെന്നാണ് നിങ്ങൾ പറയുന്നത്. സ്ത്രീകൾ വീട്ടിലിരിക്കണം എന്നതാണോ പാർട്ടിയുടെ നയം? പ്രതിപക്ഷത്തിന്റെ നയം ഇപ്പോഴാണ് ഒരാളും പ്രതിഷേധമായി വാഹനത്തിൽ സഞ്ചരിക്കുന്നതുകൊണ്ട് സ്ത്രീകൾ വീട്ടിലിരിക്കണം എന്ന് പറയാൻ കഴിയില്ലല്ലോ. ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല. അതായത് സ്ത്രീകളെ അവര് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആരെയൊക്കെയാണ് ഭയം? ഈ പറയുന്ന സ്ത്രീകളെ വളരെ വ്യക്തമായി പറയാം. കുട്ടികളെ ഭയമാണ്, ഭയമാണ്. സ്ത്രീകളെ ഏറ്റവും ബഹുമാന്യമായി മാന്യമായ സ്ഥാനം കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ വക്താവ് നിങ്ങൾ അവരെ പിന്നെ കരുതൽ തടങ്കലിലാക്കുന്നത് എന്തിന്? ഇവരെ സമരങ്ങളുണ്ടല്ലോ. അല്ല, സ്ത്രീകളോട് മാന്യമായി ഇന്ന് പെരുമാറിയതിന്റെ കാര്യം ഞാൻ പറയാം. ഏറ്റവും മോശമായി, അതായത് കേരളത്തിന്റെ ഇതപര്യന്തമുള്ള സമര ചരിത്രത്തിൽ നമുക്ക് ഓർമ്മിക്കാൻ പോലും കഴിയാത്ത രീതിയിൽ നമ്മുടെ സഹോദരിമാരുടെ സമര ചരിത്രത്തെ കളങ്കപ്പെടുത്തുന്ന രീതിയിലുള്ള ചില പ്രതീകങ്ങളുമായി ഇങ്ങനെ മുഖ്യമന്ത്രി പോകുമ്പോ ഇത് എത്ര മോശമാണ്, എത്ര മോശമായ കാര്യമാണ്. അങ്ങനെയുള്ള സമരത്തിന് മറിയക്കുട്ടി ചേച്ചി പോയിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞ ആ പ്രതീകം ഉപയോഗിച്ച് സമരം നടത്തിയ മറിയക്കുട്ടി ചേച്ചി പോയപ്പോ ചേട്ടത്തേക്ക് ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് അനുകൂലമായ വിധിയാണ്. അത് വരും. അതിനൊന്നും ഒരു പ്രശ്നമല്ല. സ്ത്രീകൾക്ക് എല്ലാ അർഹമായ ഇതും കിട്ടും, ഒരു സംശയവും വേണ്ട. പക്ഷെ ഒരു മറിയക്കുട്ടി ചേട്ടത്തി വേണ്ടി വരികയാണ് ഇവർക്കൊരു സമരം നടത്താൻ. അതിനുള്ള കെൽപ്പില്ല. ശ്രീമതി മറിയക്കുട്ടി ചേട്ടത്തിയെ മുന്നിൽ നിർത്തിയുള്ള സമരമാണെന്നാണ് പറയുന്നത്. 2 ദിവസമായി യൂത്ത് കോൺഗ്രസും പ്രതിപക്ഷ നേതാവിനെയൊക്കെ കോൺഗ്രസ് മാത്രമല്ല, ഇന്നിപ്പോ രമണി പി നായരുടെ നേതൃത്വത്തിലുള്ള മഹിളാ കോൺഗ്രസുകാര് പ്രതിഷേധവുമായി വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അവരെ LDF-കാർ നേരിട്ടത് കരിയോയിൽ കൊണ്ടാണ്. എന്നിട്ട് അവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നിട്ട് ഇവിടെ നിന്ന് ഇപ്പോഴും അവര് കരുതൽ തടങ്കലിൽ ഈ പറയുന്നത് പോലെ കിളിമാനൂർ പോലീസ് സ്റ്റേഷനിൽ ഇപ്പോഴും ഉണ്ട് 30ഓളം വനിതകൾ. ഇപ്പോഴും കിളിമാനൂർ സ്റ്റേഷനിൽ ഉണ്ട്. അദ്ദേഹം ഇതൊന്നും അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അവരെ സംരക്ഷിക്കാൻ വേണ്ടിയായിരിക്കും. അവരെ സംരക്ഷിക്കാൻ വേണ്ടി പോലീസ് പോയതാണ്. ജീവൻ രക്ഷാ ദൗത്യം പോലീസ് ഏറ്റെടുത്തു. വനിതകളുടെ മുഖ്യമന്ത്രിയുടെ ബസ് വരുമ്പോ കോൺഗ്രസിലെ മുഖ്യമന്ത്രിയുടെ ബസ് വരുമ്പോ കോൺഗ്രസിലെ സ്ത്രീകളെ സംരക്ഷിക്കാൻ പോലീസിന് പ്രത്യേക താല്പര്യം ഉണ്ടാവും. പിന്നെന്താണ് ഈ പറഞ്ഞ ഈ ആക്ഷനിൽ പങ്കെടുത്ത് മുഖ്യമന്ത്രിയുടെ ഒരു കമന്റ് പങ്കെടുത്തവരല്ല, അവർ വീട്ടിൽ നിന്ന് ഇറങ്ങിയവരാ. സ്ത്രീകളെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിട്ട് പോയത്. അവർ റോഡിന്റെ നടുക്കാണ് നിന്നത്. അതുകൊണ്ടാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കരുതൽ തടങ്കലിന്റെ പേരിൽ ഇവിടെ ആരും ഒരു സ്ത്രീ അറസ്റ്റ് ചെയ്തോണ്ട് പോയില്ല. ആ സ്ഥലത്ത് ഞാനും ഉണ്ടായിരുന്നു. റോഡിന്റെ നടുക്ക് ഇറങ്ങി ഗതാഗതം സ്തംഭിപ്പിക്കാൻ നോക്കി. എന്റെയിലും ഉണ്ട്. ഗതാഗത തടസ്സം ഉണ്ടാക്കിയതിന്റെ പേരിൽ ഒരു സംഭവമേ നടന്നിട്ടില്ല. അവരെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നതിനെ സംബന്ധിച്ച് അവര് വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ റോഡ് തടസ്സപ്പെടുത്തിയവരെ
അവരെയാണ് കൊണ്ടുപോയതാണ് ഈ സ്ത്രീ പറയുന്നത്. അതാണ് അതിന്റെ യാഥാർത്ഥ്യം. ഈ പറയുന്നതിൽ യാതൊരു യാഥാർത്ഥ്യമില്ല. ഗതാഗത തടസ്സം ഉണ്ടാക്കിയതിന് ഒരു ഗതാഗത തടസ്സം മണിക്കൂറുകളോളം ഗതാഗത തടസ്സം ഉണ്ടാക്കിയതിന് ശേഷമാണ് കൊണ്ടുപോയത്. തെളിവുണ്ടല്ലോ. തെളിവുണ്ട്, കാണിക്കാമോ? തെളിവ് കാണിക്കും. വീഡിയോ ഞങ്ങളുടെ അതിന്റെ വീഡിയോ എവിടെയുണ്ട്? പോലീസ്, അതായത് ഇവിടുത്തെ ഡിവൈഎഫ്ഐക്കാർ നമ്മുടെ സഹോദരിമാരുടെ സാരിയിൽ കരിയോയിൽ ഒഴിക്കുന്നതും അവരെ അതിനുശേഷം ഇവിടുത്തെ വനിതാ കരിയോയിൽ ഒഴിച്ചു. അവർ പറയട്ടെ, അവർ പറയട്ടെ, അവരുടെ കയ്യിലുണ്ടായിരുന്നു കരി. ആരുടെ കയ്യിൽ? അവരുടെ കയ്യില് കരിയോയിലുണ്ടായിരുന്നു. സ്വന്തമായി കരിയോയിൽ, അതായത് എന്നാണ് പറയുന്നത്. എന്തായാലും ഇഷ്ടപ്പെട്ടു. മഷിക്കുപ്പി സമരം നടത്തുന്നവരാണ് കോൺഗ്രസ്. എന്തായാലും ഇഷ്ടപ്പെട്ടു. പിന്നെ കരിയോയിൽ സ്വന്തമായിട്ട് മഷിക്കുപ്പി സമരം നടത്തുന്ന കോൺഗ്രസിന് കരിയോയിൽ കൈ കരുതിയെന്നാണ് ചോദ്യം. അത് ആ ഒരു വാദഗതി എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. കരിയോയിൽ വീട്ടിൽ കൊണ്ടുവന്ന് റോഡിൽ വെച്ച് സ്വന്തമായി ഒഴിച്ചു എന്നാണ് മഷിക്കുപ്പി സമരമാണ് ഒരു ഉദാഹരണം പറയുന്നത്. അവിടുത്തെ ഡിവൈഎഫ്ഐക്കാർ. പക്ഷെ ഇതൊക്കെ ജനങ്ങൾ വിശ്വസിക്കൂല, അത്രേ ഉള്ളൂ. അങ്ങനെയല്ല സാർ, ഫാക്ട് അങ്ങനെയല്ല. അത് വനിതാ SIയുമായിട്ടുള്ള മൽപ്പിടുത്തത്തിനുള്ളിലാണ് ആ ഉടുപ്പിന്റെ ഭാഗം, ഈ ഷർട്ടിന്റെ കൈയുടെ ഭാഗം കീറുന്നത്. അത് നമ്മുടെ വിഷ്വലിലുണ്ട്. അത് വീട്ടിൽ നിന്ന് കീറിക്കൊണ്ട് വന്നു എന്നുള്ളത് അവാസ്തവമാണ്. അതേപോലെ കരിയോയിൽ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് റോഡിന്റെ നടുക്ക് വന്നിട്ട് സ്വയം ഒഴിക്കാൻ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയപ്പം അവിടെ നിന്ന് വനിതായിട്ടുള്ള ഞങ്ങളെ മഹിളാ അസോസിയേഷന്റെ ആൾക്കാരുടെ മേലെ അവർ ഒഴിച്ചുകൊണ്ട് അപ്പൊ പോലീസുകാരും പറഞ്ഞു നിങ്ങളെ ഉദ്ദേശിച്ച ഒഴിച്ചത് പുറത്ത് വീണില്ല ഭാഗ്യം എന്ന് പറഞ്ഞു. കോൺഗ്രസ്സുകാരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയപ്പോ വണ്ടിക്കകത്തു നിന്നാണ് അവര് കരിയോലെടുത്ത് റോഡിലേക്ക് ഒഴിച്ചത്. മഹിളാ കോൺഗ്രസ് ഒഴിച്ചോ? അതിന്റെ വീഡിയോ ഉണ്ടോ? അതിന്റെ വീഡിയോ ഇല്ല. അതിന്റെ വീഡിയോ ഇല്ല. അപ്പൊ ഇല്ല, ദൃശ്യങ്ങളില്ല. ശരി, അപ്പൊ അർജുന ചോദ്യങ്ങളുണ്ട്. ഞാൻ ഈ പറഞ്ഞതിനെ സംബന്ധിച്ച് വീഡിയോ ഉണ്ട്. അതായത് ഡിവൈഎഫ്ഐക്കാർ ഈ ഒഴിക്കുന്ന വിഷനുണ്ട്. അതുപോലെ അറസ്റ്റ് ചെയ്യുന്ന സ്ഥലമുണ്ട്. ഈ പറയുന്നത് പോലെ എന്റെ സഹോദരി പറഞ്ഞതുപോലെ റോഡിലേക്ക് പ്രവേശിക്കാൻ സമ്മതിച്ചില്ല. കാര്യം ഡിവൈഎഫ്ഐക്കാർ തടഞ്ഞു. ഡിവൈഎഫ്ഐക്കാർ തടഞ്ഞതിന് ശേഷം കരിയോയിൽ ഒഴിച്ച് പിന്നെ പോലീസ് വന്നാണ് അവർ അറസ്റ്റ് ചെയ്തത്. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. കോൺഗ്രസുകാർ കൂട്ടത്തോടെ ആത്മഹത്യ ചെയ്തതെന്ന നെഞ്ചുവേദനയിൽ ഹൃദയവേദനയിൽ ഡിവൈഎഫ്ഐക്കാർ തടഞ്ഞതാണെങ്കിലോ? ചിലപ്പോ അങ്ങനെയാവാം. പക്ഷെ വേറൊരു കാര്യമുണ്ട്. വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിൽ പോലും സുരക്ഷ ഒരുക്കുന്നതിന് വേണ്ടി ഇവിടുത്തെ വെഞ്ഞാറമൂട് പോലീസ് സംവിധാനത്തിന് കഴിയുന്നില്ല. അതുകൊണ്ടാണ് ഈ വനിതാ കോൺഗ്രസുകാരെ ഉൾപ്പെടെ കരുതൽ തടങ്കൽ വെക്കുന്നതിന് വേണ്ടി ഈ പറയുന്നത് പോലെ കിളിമാനൂർ കൊണ്ടുപോകുന്ന പോലീസിന്റെ കഴിവില്ലായ്മ പോലീസിന്റെ കഴിവുകേടാണ്. അതിന്റെ ഏറ്റവും വലിയ അതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് വെഞ്ഞാറമൂട്ടിൽ പോലീസിനെ കയറൂരി വിട്ടതുകൊണ്ട് സംഭവിച്ചതാണ്. അതിന്റെ പ്രധാന ആള്. പ്രയോജനമുണ്ടോ ഈ അടിയൊക്കെ ഉണ്ടാവുന്നത്? എന്താ കാര്യം? അതാ നവകേരള സദസ്സുകൊണ്ട് പ്രയോജനമുണ്ട്. ആർക്ക്? ഈ പോണ വണ്ടിക്കും കാര്യത്തിനും ഈ ഓഫീസിന് മതിയല്ല, കളക്ടറേറ്റിൽ അങ്ങോട്ട് ആഹ്വാനം ചെയ്താൽ മാത്രം പോരെ. ഈ പരാതികളെല്ലാം അടിയൊക്കെ ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങളുടെ അഭിപ്രായം? അടിയൊക്കെ എന്തുകൊണ്ടാണ്? നാട്ടില് നീതി ഉണ്ടെങ്കിൽ അടിയൊന്നും ഉണ്ടാവില്ല. നീതി ഉണ്ടാവുന്നില്ലാത്തതുകൊണ്ടാണ് അടി ഉണ്ടാവുന്നത്. പൊതുജനങ്ങൾ അങ്ങനെ ചിന്തിച്ചു തുടങ്ങുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി. അത് നിങ്ങളുടെ പരാജയമാണോ ഇവരുടെ മിടുക്കാണോ ശ്രീ ബാബു? ഇത്തരത്തിലെ ഒരു ബോധം ഉണ്ടാക്കിയെടുക്കാനുള്ള വലിയ പരിശ്രമങ്ങൾ നമ്മുടെ നാട്ടിൽ ഞങ്ങളെ സ്ഥിരം കൃത്യമായി ഞങ്ങളെ ഒരു നിഗമനം ഈ കേരളത്തിലെ മാധ്യമങ്ങളുടെ അടക്കം നടത്തുന്ന പ്രചരണമാണ് ഈ നാട്ടുകാർ തെറ്റായി ധരിക്കുന്നത്. അത് കോൺഗ്രസും BJPയും ഒരു നാണയത്തിന്റെ രണ്ട് ഉന്നയിച്ച് ഗവൺമെന്റിനെതിരായി തിരിക്കാനാണ്. കാരണം ഇന്ത്യയിലെ ഒരേ ഒരു ഇടതുപക്ഷ ഗവൺമെന്റ് ആണ് കേരളത്തിലുള്ളത്. വേറെ ഒന്നും പറയാനില്ല. അതുകൊണ്ടാണ് ഈ ഗവൺമെന്റിനെ കുറ്റം പറയാനില്ലാത്തതുകൊണ്ട് വെറുതെ പറയുകയാണ്. വിമർശനങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും ഇടയിലൂടെ നടന്ന ഇന്ന് പ്രഭാത യോഗത്തിൽ പങ്കെടുത്ത രണ്ടുപേരുണ്ട്. ഒരു DCC അംഗവും ലീഗിന്റെ ഒരു സംസ്ഥാന കൗൺസിൽ അംഗവും. അവരെ ഈ കാര്യങ്ങളൊന്നും ബോധ്യപ്പെടുത്താൻ എന്തുകൊണ്ട് കോൺഗ്രസിന് കഴിഞ്ഞില്ല? അല്ല, അത് ഈ പറയുന്നത് പോലെ അങ്ങനെ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും പാർട്ടി നടപടി ഈ നവകേരള സദസ്സ് തുടങ്ങിയതിനു ശേഷം ഇതുപോലെ ആരെയെങ്കിലും ഒക്കെ പാർട്ടി നടപടിയെടുത്ത് പുറത്താക്കാൻ നിർത്തിക്കുന്ന നടപടികൾ നേരിട്ടവരൊക്കെ
ചിലപ്പോൾ സ്വാഭാവികമായും നേരത്തെ നടപടികൾ എടുത്തിട്ടുണ്ടാവും. അല്ല പക്ഷേ ആക്റ്റീവായ ഒരു DCC മെമ്പർ അത് ബിനു. അല്ല ഞാൻ പറയട്ടെ, അങ്ങനെയുള്ള ആരെങ്കിലും ഒക്കെ ചാക്കിട്ട് ഇതുപോലെ ഈ പറയുന്ന നവകേരള സദസ്സിൽ കൊണ്ടിരുത്തിയിട്ട് കോൺഗ്രസിന്റെ പ്രമുഖ നേതാവ് പങ്കെടുത്തു, അല്ലെങ്കിൽ മുസ്ലിം ലീഗിന്റെ പ്രമുഖ നേതാവ് പങ്കെടുത്തു എന്നുകൊണ്ട് വലിയ ഇങ്ങനെ ഒരു വീരവാദം പറയുന്നതിൽ ഒരു അടിസ്ഥാനവുമില്ല. നോക്കൂ, യുവമോർച്ച പ്രവർത്തകർ ഇന്നലെ വന്നു, ഇന്നിപ്പം ഇവിടെ അടി വാങ്ങിച്ചു തിരിച്ച് വീട്ടിൽ പോയി. ഈ നവകേരള സദസ്സിനോട് BJPയുടെ പ്രതികരണം തണുപ്പൻ മട്ടിലാവുന്നത് എന്തെങ്കിലും സ്ട്രാറ്റജിക്കലായ ഒരു തന്ത്രപരമായ മൗനം. നവകേരള യാത്രയെ BJP പരിഗണിക്കുന്നേയില്ല, അതുകൊണ്ടാണ് അവഗണിച്ചു വിട്ടത്. അത് ഈ കോൺഗ്രസുകാർ ചെയ്ത പരിപാടിയാണ്. അവർ തമ്മിൽ അഡ്ജസ്റ്റ്മെന്റിൽ വാർത്ത ഉണ്ടാക്കി ഈ യാത്ര ശ്രദ്ധിക്കപ്പെടാൻ വേണ്ടി ചെയ്തതാണ്. കോൺഗ്രസുകാർ പറയുന്നത് ഗവർണറും തമ്മിലുള്ള ഒത്തുതീർപ്പാണ് ഈ കാര്യങ്ങളൊക്കെ. ഗവർണർ ജനകീയ ഗവർണർ ജനങ്ങളോടൊപ്പം, ഇവരെ മുദ്രാവാക്യം ഗവർണർ ഏറ്റെടുത്തു. ജനകീയ ഗവർണർ ജനങ്ങളോടൊപ്പം, കേരളത്തിലെ ജനങ്ങളോടൊപ്പം. യാതൊരു സംശയം വേണ്ട. കേരളത്തിലെ ജനങ്ങൾ ഗവർണറെ അംഗീകരിക്കുന്നതിന്റെ തെളിവല്ലേ സാറടക്കം മാനാഞ്ചിറ മൈതാനിൽ കണ്ടത്. ഗവർണർ ജനങ്ങളോടൊപ്പം. അതിൽ മിഠായി തെരുവിൽ മാനാഞ്ചിറ അവിടെ ഇറങ്ങിയിട്ടാ പോയത്. അതിൽ യാതൊരു സംശയം. മിഠായി തെരുവിൽ ഹൽവ വാങ്ങിത്തില്ല ജനകീയത വരൂ. ഇവർ ഗുണ്ടകളോടൊപ്പം, ഇവർ ഗുണ്ടകളെയും അക്രമികളെയും പ്രോത്സാഹിപ്പിക്കും. അതുകൊണ്ടാണ് ഇന്ന് യൂത്ത് കോൺഗ്രസിന്റെയും KSUവിന്റെയും ബാനറുകളിൽ മുഖ്യ ഗുണ്ടയോ എന്ന രീതിയിലുള്ള പ്രതികരണങ്ങളാണ് വരുന്നത്. ആരെ ഉദ്ദേശിച്ചാണ്? മുഖ്യമന്ത്രി അല്ലാതെ മുഖ്യമന്ത്രി ഗുണ്ടയാണോ? മുഖ്യമന്ത്രി കോൺഗ്രസിന്റെ ബാനർ കണ്ടതാ. യൂത്ത് കോൺഗ്രസുകാർ പറയും. യൂത്ത് കോൺഗ്രസുകാർക്ക് അവർക്ക് ഈ പറഞ്ഞതുപോലെ ഇവിടെ വിചാരണ സദസ്സുകൾ അവർ നടത്തിയല്ലോ, കുറ്റവിചാരണ സദസ്സ് നടത്തിയല്ലോ. ഒരു സ്ഥലത്തെങ്കിലും അന്തസ്സായിട്ട് അവർക്ക് നടത്താൻ കഴിഞ്ഞോ? നടത്തിയോ? ഇവരെ അസൂയപ്പെട്ടിട്ട് കാര്യമുണ്ടോ? അരുൺ സാർ ഞാനൊരു കാര്യം പറയാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞങ്ങള് കുടിച്ചില്ലെങ്കിലും വേണ്ടില്ല പിടിച്ച് നമ്മുടെ കുറ്റവിചാരണ സദസ്സുകൾ ഇങ്ങനെ പലയിടങ്ങളിലുണ്ടായി. തിരുവനന്തപുരം നഗരത്തിലുണ്ടായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, ജില്ലയിലും ഉണ്ടായി. ഈ കുറ്റവിചാരണ സദസ്സിൽ പൊതുവെ ആൾക്കൂട്ടം ദുർബലമായിരുന്നു. എന്താ സംഭവിച്ചത് കുറ്റവിചാരണ സദസ്സിന്? കുറ്റവിചാരണ സദസ്സ് പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഈ സർക്കാരിനെതിരെയുള്ള അല്ലെങ്കിൽ നവകേരള സദസ്സ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും നടത്തുന്ന ദൂർത്ത് അത് തുറന്നു കാട്ടാൻ ആസൂത്രണം ചെയ്ത ഒരു പരിപാടിയായിരുന്നു. പക്ഷെ അത് ആസൂത്രണത്തിൽ എന്തോ പാളിച്ച പറ്റി. ജനക്കൂട്ടത്തെ അവിടെ എത്തിക്കാൻ ആൾക്കൂട്ടം വന്നില്ല, ജനക്കൂട്ടത്തെ അവിടെ എത്തിക്കാൻ സാധിച്ചില്ല. ദിവസം പ്രതിപക്ഷ നേതാവ് പറയുന്നുണ്ടായിരുന്നു പല ആളുകളെ നിർബന്ധിക്കാതെ കൊണ്ടുവന്നവരാണ്, സ്വമേധയായി ഈ സർക്കാരിൽ വന്നവരാണ്. അതിൽ ഒരു പക്ഷേ ഗൗരവത്തോടെ ഈ പരിപാടിയെ അത് UDF സംവിധാനത്തിന് തന്നെ കാണാൻ സാധിച്ചില്ല. അതിന്റെ ഒരു പരാജയമായിട്ട് യഥാർത്ഥത്തിൽ ഞാനൊരു കാര്യം തുറന്നു ചോദിക്കട്ടെ സുധീർ, സത്യസന്ധമായി പറയൂ. അങ്ങ് ഈ കുറ്റവിചാരണ സദസ്സ് പരാജയപ്പെട്ടതിലുള്ള നിരാശാബോധമല്ലേ കയ്യിൽ വടിയെടുക്കാൻ കോൺഗ്രസിനെ പ്രേരിപ്പിച്ചത്? ഒരിക്കലും അല്ലല്ലോ. കോൺഗ്രസ് ജനങ്ങളോട് വിശദീകരിക്കാൻ പറ്റുന്നില്ല. കേന്ദ്ര സർക്കാർ കേരളത്തെ എങ്ങനെ സാമ്പത്തികമായി ഞെരുക്കുന്നു എന്നുള്ളത് ഏത് സാഹചര്യത്തിലാണ് നമ്മൾ, നിങ്ങൾ കൊറ്റുകാരുടെ വേഷമാണെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. ഒരിക്കലും അല്ല. നമ്മൾ ഏത് സാഹചര്യത്തിലാണ് ഈ പറയുന്ന പോലെ പ്രതിരോധിക്കാൻ നമ്മൾ തീരുമാനിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. കാര്യം ഈ യാത്ര നിങ്ങൾ ഏത് സമയത്താണ് പ്രതിരോധിക്കാൻ തീരുമാനിച്ചത്? കൊല്ലത്ത് എത്തുമ്പോഴാണോ ഈ ബോധം ഉണ്ടാവുന്നത്? അല്ല, കൊല്ലത്ത് എത്തുമ്പോൾ നമുക്ക് പത്തനംതിട്ട പ്രശ്നം ഉണ്ടായില്ലല്ലോ, പത്തനംതിട്ട പ്രശ്നം ഉണ്ടായില്ലല്ലോ, ഇടുക്കിയിൽ പ്രശ്നം ഉണ്ടായില്ലല്ലോ, കോട്ടയത്ത് പ്രശ്നം ഉണ്ടായില്ലല്ലോ, ആലപ്പുഴയിലാണ് 2 സംഘടനകൾ റിപ്പോർട്ട് ചെയ്തത്. അതിന് തൊട്ട് മുമ്പ് തൃശ്ശൂരോ എറണാകുളത്തോ ഈ വലിയ രീതിയിൽ മാരകമായ തല്ലുണ്ടായിട്ടില്ല. അതാ ഞാൻ പറഞ്ഞത്. മാരകം എന്ന് പറയുന്നത് പ്രിവെന്റീവ് വഴിയാണ്. അല്ല, ഇപ്പൊ കല്യാശ്ശേരിയിലെ സംഭവം തന്നെ നമുക്ക് എടുക്കാം. കല്യാശ്ശേരി ഞാൻ പറയട്ടെ, അതിനുവേണ്ടി ഈ സംസ്ഥാനത്ത് സംഘർഷഭരിതമാക്കണോ? CPM-ഉം DYFI-യും ബോധപൂർവം ഗുണ്ടകളെ, അതെന്ന് പറഞ്ഞാൽ പോലീസിന്റെ സഹായത്തോടുകൂടി, പോലീസിന്റെ ഒത്താശയോടുകൂടി ഒരു ഗുണ്ടാ രാജാണ് ഇന്ന് കേരളത്തിൽ നടക്കുന്നത്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം വേറെ എങ്ങും പോണ്ട ഈ വെഞ്ഞാറമൂട്ടിൽ ഇന്ന് അരങ്ങേറിയ സംഭവം. അതാ പറയുന്നത്, അതിനെ ഒറ്റപ്പെട്ട സംഭവമായി കാണാൻ പറ്റില്ല. നമ്മുടെ ചോദ്യം പ്രസക്തമാണ്. ഞാൻ ബാലമുരളിയിലേക്ക് കൂടി വരാം. ഈ നവകേരള സദസ്സിനെതിരെയുള്ള പ്രതിപക്ഷത്തിന്റെ കുറ്റവിചാരണ സദസ്സ് പരാജയപ്പെട്ടതിലുള്ള നിരാശാബോധത്തിൽ നിന്നാണോ ഈ പുതിയ സ്ട്രാറ്റജിയിലേക്ക് മാറിയത്? അങ്ങനെ സംശയിച്ച് തെറ്റു പറയാൻ പറ്റുമോ? അതായത് കുറ്റവിചാരണ സദസ്സ് അമ്പേ പാളിയ ഒരു പരിപാടിയായിരുന്നു. അത് ഒരു സംശയവുമില്ല. കാരണം പ്രതിപക്ഷത്തിന് എവിടെയോ ദിശാബോധം നഷ്ടപ്പെട്ടിരുന്നു. ഇത്രയും ഇപ്പോ 7.5 വർഷത്തെ ഭരണം, ഇതിൽ എവിടെയാണ് പ്രതിപക്ഷത്തിന്റെ അന്ന് കഴിഞ്ഞ ദിവസം ചോദിച്ച പോലെ നിങ്ങൾ മുദ്രാവാക്യം പറയുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ വേണ്ടി ഓർമ്മ പോലും ഇല്ല. അത്തരത്തിൽ പ്രതിപക്ഷം എവിടെയോ മുദ്രാവാക്യം മറന്നുപോയൊരു പ്രതിപക്ഷത്തിന്റെ അവസാനത്തെ രക്ഷപ്പെടാനുള്ള കച്ചിത്തുരുമ്പാണ് ഈ പറയുന്ന പട്ടികയും മുട്ടയിലുള്ള ഈ മുളകൂടി. ഒരിക്കലുമല്ല. അത് ഈ നമ്മുടെ പിണറായി വിജയന്റെ യാത്രയെക്കുറിച്ച്
പൊതുജനങ്ങളുടെ അഭിപ്രായം നമ്മളൊന്ന് ചോദിക്കും. പക്ഷേ അല്ല, ഞാൻ പറയട്ടെ, പൊതുജനങ്ങൾ നിങ്ങളുടെ കുറ്റവിചാരണ സദസ്സിലേക്കല്ല വരുന്നത്, ജനസദസ്സിലേക്കാണ് വരുന്നത്. അതാണ് വ്യത്യാസം. ഞങ്ങൾ ഏതിൽ വിശ്വസിക്കണം? ആൾക്കൂട്ടം എത്താത്ത കുറ്റവിചാരണ സദസ്സിൽ വിശ്വസിക്കണോ, ആൾക്കൂട്ടം എത്തുന്ന ജനസദസ്സിൽ? ജനസദസ്സിന് എങ്ങനെ ആളിനെ കൂട്ടിയത്? ഇവിടെ ഈ ഞാൻ പറഞ്ഞുതരാം. അംഗൻവാടി വർക്കേഴ്സ് അല്ലല്ല, അംഗൻവാടി വർക്കേഴ്സ് സെമി കേഡറാണ്. ഞാൻ അവരെ എങ്ങനെ ആളിനെ കൂട്ടിയത്? തൊഴിലുറപ്പ് തൊഴിലാളികൾ, അംഗൻവാടി അങ്ങനെ സർക്കാരിന്റെ സംവിധാനങ്ങൾ മുഴുവൻ ചർച്ച നടക്കുമ്പോൾ ഈ കാസർഗോഡ് നിന്ന് ഈ നവകേരള സദസ്സ് തുടങ്ങുമ്പോൾ ഒരുപക്ഷെ നവകേരള സദസ്സ് പ്രഖ്യാപിച്ചപ്പോൾ തന്നെ UDF കൃത്യമായി നിലപാട് പറഞ്ഞതാണ്. ഈ നവകേരള സദസ്സിനെ ശക്തമായി എതിർക്കുന്നു, ഞങ്ങൾ ഇതിനൊപ്പമില്ല. മാത്രവുമല്ല, അതിൽ സ്വാഭാവികമായും ഇത്തരം ഒരു പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തിരുന്നില്ല. പക്ഷേ നമ്മൾ കല്യാശ്ശേരിയിൽ കണ്ടതാണ്, പോലീസിന്റെ ഈ മുൻകരുതൽ തടങ്കലാണ് ഈ പ്രതിഷേധത്തിന് തുടക്കം കുറിച്ചത്. അതെ, അന്ന് അവിടെ യൂത്ത് കോൺഗ്രസിന്റെ ചെറുപ്പക്കാരെ തടങ്കിൽ പാർപ്പിച്ചിരുന്നില്ലെങ്കിൽ ഈ തരത്തിലൊരു പ്രതിഷേധം ബസ്സിന് മുന്നിലേക്ക് വരില്ലായിരുന്നു. മറ്റൊരു കാര്യം കൂടെ പറയാം. നമുക്ക് കേരളത്തിന്റെ സമര ചരിത്രം പരിശോധിച്ചാൽ ഏറ്റവും ആവേശോജ്വലമായ സമരം നടത്തിയ ചരിത്രമുള്ള പാർട്ടിയാണ് CPIM-ഉം DYFI-യും SFI-യും ഒക്കെ. ആ കാര്യം നമുക്ക് മാറ്റി നിർത്താൻ കഴിയില്ല കേരളത്തിന്റെ സമര ചരിത്രത്തിൽ. അങ്ങനെയുള്ള ഒരു പ്രസ്ഥാനത്തിന് കരിങ്കൊടി പ്രതിഷേധത്തിന് എന്തിനാണ് ഭയക്കുന്നത്? ഒരു ഭാഗത്ത് നവകേരള സദസ്സ് നടക്കട്ടെ, നിലപാട് പറയട്ടെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും, മറുഭാഗത്ത് പ്രതിപക്ഷം അതിനെ എതിർത്തുകൊണ്ട് കരിങ്കൊടി പ്രതിഷേധം നടത്തുന്നത് എന്തിനാണ് എതിർക്കുന്നത്? ആ ഒരു ചോദ്യമാണ് എനിക്ക് തന്ന അഭിമുഖത്തിൽ, നമ്മുടെ റിപ്പോർട്ടറിന് തന്ന അഭിമുഖത്തിൽ തന്നെ ഈ കരിങ്കൊടി പ്രതിഷേധം നടക്കുമ്പോൾ അത് ഇങ്ങനെ സമാധാനപരമായി നടന്നാൽ നടക്കട്ടെ എന്ന നിലപാടാണ് മുഖ്യമന്ത്രി സ്വീകരിച്ചത്. പക്ഷേ അങ്ങനെ മുഖ്യമന്ത്രി പറയുമ്പോഴും ആ മുഖ്യമന്ത്രിയുടെ ആഹ്വാനം മുഖ്യമന്ത്രി പറയുന്നത് അംഗീകരിക്കാതെ DYFI പ്രവർത്തകർ അത് അക്രമത്തിലേക്ക് ഇതിനെ പ്രതിരോധിക്കാൻ ഇറങ്ങുകയാണ്. നമ്മൾ ദൃശ്യങ്ങൾ പലയിടങ്ങളിലും കണ്ടതാണ്. അവിടെയൊന്നും വാഹനത്തിന് മുന്നിൽ ചാടിയ പ്രവർത്തകരെ എല്ലാം കൈകാര്യം ചെയ്തു. മുഖ്യമന്ത്രി മാത്രമല്ല, നമ്മളോട് ഇന്ന് സംസാരിച്ച മന്ത്രിമാരടക്കം പറയുന്നത് പ്രതിഷേധം നടന്നോട്ടെ, കരിങ്കൊടി കാണിക്കാൻ എന്താ തെറ്റ്? പക്ഷേ എനിക്ക് മനസ്സിലാകാത്തത് ഈ പറഞ്ഞ പോലെ ഭരണാനുകൂല യുവജന സംഘടനകൾക്ക് എന്താണ് സംഭവിച്ചത്? ഒരു കരിങ്കൊടി കാണിച്ചാൽ തീരുന്ന പരിവേഷമാണോ മുഖ്യമന്ത്രിക്കുള്ളത്? കരിങ്കൊടി കാണിക്കുന്നതിന് ഇവിടെ ആരും എതിരല്ല. കേരളത്തിലെ ബഹുമാന്യ മുഖ്യമന്ത്രി അത് കൃത്യമായി പാവങ്ങളെ പിടിച്ച് തല്ലുന്നത്. പാവങ്ങളെ പിടിച്ച് തല്ലുമ്പോഴത്തേക്ക് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ആ തല്ല് വാങ്ങിക്കുന്നതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും കേവലമായ കരിങ്കൊടി പ്രകടനമല്ല അവർ നടത്തുന്നത്. നേരത്തെ നമ്മുടെ സഹോദരി പറഞ്ഞു, ഞാൻ ആ രംഗത്തില്ലാത്തതുകൊണ്ടാണ്. അവിടുത്തെ നമ്മളെ പെൺകുട്ടികളെ അല്ലെങ്കിൽ സഹോദരിമാരെ ഇവിടുന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് വേണ്ടി വന്നതുകൊണ്ടാണ്. കൃത്യമായ റോഡ് ഉപരോധിച്ചുകൊണ്ട് വളരെ കൃത്യമായി വളരെ നേരത്തെ തന്നെ ആളുകളെ കൂട്ടി നമ്മളെ സഹോദരിമാരെ റോഡിന്റെ നടുക്ക് നിർത്തി എല്ലാ തരത്തിലുള്ള അഴുക്കുപ്പി അടക്കമുള്ള സംവിധാനങ്ങൾ കൊണ്ടുവന്ന് അത് ചെയ്യുമ്പോഴാണ് കേരളത്തിലെ ഗവൺമെന്റിന് അത്തരത്തിലുള്ള നീക്കങ്ങളിലേക്ക് പോകേണ്ടി വരുന്നത്. ബഹുമാനായ ഒരു കാര്യം പറഞ്ഞു, ഞാൻ പറഞ്ഞോട്ടെ. ഞാൻ വരുന്നത് പാങ്ങോട് ഈ നിയോജക ഒരു സംശയം, ഇത് BJP ഇത് കാര്യങ്ങളൊക്കെ വീക്ഷിക്കുന്ന ഒരാളാണല്ലോ. എന്താണ് യഥാർത്ഥത്തിൽ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? നവകേരള സദസ്സിന് ആള് കൂടുന്നു, കുറ്റവിചാരണ സദസ്സിന് ആളില്ല, ഇങ്ങനൊരു സദസ്സ് സംഘടിപ്പിക്കാൻ നിങ്ങൾക്ക് താല്പര്യമില്ല. ഇതാണല്ലോ മൂന്ന് മുന്നണികളുടെ അവസ്ഥ. അപ്പോൾ ആള് കൂടുന്ന സ്ഥലത്തേക്ക് സ്വാഭാവികമായും ആൾക്കാർ രീതിയിലുള്ള ആൾക്കാരെ പറ്റിക്കൽ പരിപാടിയല്ല നടത്തുന്നത്. ഞങ്ങള് കേരളത്തിലെ 99% മാധ്യമങ്ങളും ഏകദേശം 95% രാഷ്ട്രീയ പാർട്ടികളും BJPയെ കുറ്റം പറയുക. ആ കുറ്റപ്പെടുത്തലുകളിൽ എന്താണ് വസ്തുതയെന്ന് ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി അവരെ ബോധ്യപ്പെടുത്തുന്ന സമ്പർക്ക പരിപാടിയാണ് ഞങ്ങൾ നടത്തുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് സ്നേഹയാത്ര അടക്കം ക്രിസ്ത്യൻ സമുദായങ്ങളെ വീടുകളിൽ പോയിട്ടുള്ള സ്നേഹയാത്ര നടക്കുന്നു. അതേപോലെ മുഴുവൻ വീടുകൾ ഞങ്ങളെ പദ്ധതിയുമായിട്ട് കേന്ദ്ര സർക്കാരിന്റെ ഭാരത് വികാസ് സങ്കല്പ യാത്ര. നവകേരള സദസ്സിനെ ബോധ്യപ്പെടുത്താൻ ക്രിസ്ത്യൻ വീടുകളിൽ പോകുന്ന എന്തിനാ? നവകേരള യാത്രയുടെ അല്ല, നവകേരള യാത്ര വിഷയമേ അല്ലെന്ന് പറഞ്ഞല്ലോ. കേന്ദ്ര സർക്കാരിന്റെ BJP ശരിയായ ജനകീയ നിലപാടെടുക്കുന്ന രാഷ്ട്രീയ കക്ഷിയാണെന്നും ഏറ്റവും നല്ല വികസിത പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്നും ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നു. ഇത് ഇവിടുത്തെ മാധ്യമങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്നു, മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ തെറ്റിദ്ധരിപ്പിക്കുന്നു. അതിനുവേണ്ടി ഇന്നിപ്പോ സീറോ മലബാർ സഭയുടെ കർദിനാളിന്റെ വീട്ടിൽ പോയത്. അതെ, ഏറ്റവും കൂടുതൽ വ്യാജ പ്രചരണം നടത്തുന്നത് ക്രിസ്ത്യൻ സമുദായത്തിന് ഞങ്ങൾ എതിരാണെന്നാണ്, മുസ്ലിം സമുദായത്തിന് ഞങ്ങൾ എതിരെന്നാണ്. പക്ഷെ അങ്ങനെയല്ല. എല്ലാ പദ്ധതികളും കേന്ദ്ര സർക്കാർ 1000-ഓളം പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. ആ പദ്ധതികളെല്ലാം തന്നെ ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങൾക്ക് ഒരേപോലെ പണ്ട് ഈ ക്രിസ്തുമസ് സമയം മാത്രമാകുമ്പോഴാണോ ഈ പ്രത്യേക ഒരു ക്രിസ്തു? അതൊരു തുടർ പ്രക്രിയ തന്നെയാണ്. ഞങ്ങൾ പുറത്ത് കാണിക്കുന്നില്ല. ഞങ്ങള് ക്രിസ്ത്യൻ സമുദായം നല്ല ബന്ധം തന്നെയാണ്. ശബരിമല കഴിഞ്ഞാൽ പിന്നെ BJPക്ക് ഇഷ്ടം സഭ കളയാം. അതെ അതെ, നിങ്ങൾക്ക് ശബരിമല അല്ലെങ്കിൽ സഭ അല്ലല്ല, പൊതുജനങ്ങളുടെ സാധാരണ ജീവിതം, അവരുടെ സാമ്പത്തിക പ്രശ്നം പോലുള്ള ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കും. ആ ധാരണ മറുപടി പറയേണ്ടത് നിങ്ങളാണ്. ആ ധാരണ ഞങ്ങൾ മാറ്റി പറയൂ. അവരുമായിട്ട് കാണുന്നു. കേന്ദ്ര സർക്കാർ കേരളത്തിന് നൽകാനുള്ള ധനത്തിന്റെ ചാനലുകളുടെ മുന്നിലല്ല, ഞങ്ങൾ ആ വീടുകളിൽ പോയി ഒരു MP നിങ്ങൾക്കുണ്ടോ? ലോക്സഭയിൽ മുസ്ലിം നാമകരണത്തിലൊരു MP നിങ്ങൾക്കുണ്ടോ? തെറ്റിദ്ധാരണ ലോക്സഭയിലെ മുസ്ലിം നാമധാരിയായ ഒരു MP യുടെ പേര് അങ്ങ് പറയൂ.
അല്ല ലോക്സഭയിലെ BJP നിയമിച്ച ഗവർണർ ഒരു മുസ്ലിം നാമധാരിയാണല്ലോ. അതെന്തുകൊണ്ട് നിങ്ങൾ അത് BJP ഗവർണറാണോ? അല്ലല്ല BJP നിയോഗിച്ച BJP സർക്കാർ നിയോഗിച്ച ഗവർണർ. അതുപോലെ നിങ്ങളല്ലേ പറയുന്നത് സംഘീയ ഗവർണറാണെന്ന്. ഏറ്റവും കൂടുതൽ സംഘീയ ഗവർണർ ആക്ഷേപം റിപ്പോർട്ടർ ചാനലാണ് ഏറ്റവും കൂടുതൽ ഗവർണർക്കെതിരെ ആക്ഷേപം ഗവർണർക്കെതിരെയുള്ള എന്റെ നിലപാട് സുചിന്തിതമായ നിലപാടാണ്. അത് രാഷ്ട്രീയ നേതാവിനെതിരെയുള്ള നിലപാടല്ല. ഒരു നിമിഷം സാർ, എന്റെ ചോദ്യം ഇതാണ്. അവർ ചോദിച്ചതുപോലെ ഒരു മുസ്ലിം നാമധാരിയായ MP നിങ്ങൾക്ക് കാണിക്കാൻ കഴിയില്ല, മുസ്ലിം നാമധാരിയായ ഒരു MLA നിങ്ങൾ കാണിക്കാൻ പറ്റൂ. അല്ല അതിപ്പോ മത്സരിക്കുന്നുണ്ടല്ലോ, മുസ്ലിം നാമധാരികൾ മത്സരിക്കാൻ ജയിപ്പിക്കാൻ തയ്യാറാവണം. ആൾക്കാർ ജയിപ്പിക്കാൻ തയ്യാറാവണം. തയ്യാറാവാത്ത രീതിയിൽ നിങ്ങൾ വ്യാജപ്രചരണം നടത്തുക. കേരളത്തിൽ ആകെ ഉണ്ടായിരുന്ന പേരിന് വേണ്ടി ഉണ്ടായിരുന്ന ഒരു MLA ഉണ്ടായിരുന്നു BJPക്ക്. അദ്ദേഹം നിയമസഭയിൽ എത്തുന്ന നിലപാട് എന്താണെന്ന് അറിയാലോ. രാമനും കൃഷ്ണനും ഉള്ളത് കൊണ്ട് സ്പീക്കറിന് വോട്ട് ചെയ്യുമെന്ന് പറഞ്ഞ ആളാണ്. അതെ, മാത്രമല്ല കേരളീയ ചടങ്ങിൽ നമ്മൾ ഇന്നലെ പറഞ്ഞു. അപ്പോൾ എന്റെ സംശയം ഇതാണ്, നിങ്ങൾക്ക് അടിസ്ഥാനമായി BJP കേഡറിനെ പോലും വിശ്വസിപ്പിക്കാൻ കഴിയുന്നില്ല. 17% നിന്ന് 16, 15, 14% വോട്ട് കുറയുന്നത് അതുകൊണ്ടല്ലേ ബാലമുരളി? അല്ല, അടിസ്ഥാനരഹിതമായ ആക്ഷേപങ്ങളും ആരോപണങ്ങളും നേരിടേണ്ടി വന്ന ഒരേ ഒരു പാർട്ടി, ഏറ്റവും കൂടുതൽ നേരിടേണ്ടി വന്ന. പക്ഷേ CPM പറയുന്നത് അവരാണെന്നാണ്. അത് അറിയാലോ. എല്ലാ ചാനലുകളും എല്ലാ ചാനലും സഹായം നിങ്ങൾക്കാണോ കിട്ടുന്നത്? BJPക്ക് സ്വന്തമായിട്ട് ഏഷ്യാനെറ്റ് എന്ന് പറയുന്നത് BJP MP രാജീവ് ചന്ദ്രശേഖറിന്റെ ചാനലാണ്. അദ്ദേഹം BJPക്ക് യാതൊരു പ്രയോജനമില്ല. ആ ചാനലാണ് ഏറ്റവും കൂടുതൽ റിപ്പോർട്ടർ നമ്മൾ കണ്ടോണ്ടിരിക്കുകയാണത്. നമ്മൾ നമ്മൾ നിലപാടുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ BJP. ഈ ചോദ്യങ്ങളെല്ലാം നമ്മൾ അവരോട് ചോദിച്ചത് BJPക്ക് ഭാഗമായിട്ട് നിന്നല്ല, കേരളത്തിന്റെ ജനങ്ങളുടെ പക്ഷത്ത് നിന്നുകൊണ്ടാണ്. മുഖ്യമന്ത്രിയും മന്ത്രിമാരും നെടുവങ്ങാടേക്ക് പോകുമ്പോ ഈ പറഞ്ഞ ആളുകള് തേക്കട വെച്ച് മുട്ടയും കല്ലും ഷൂവും എറിയാണ്. ഈ സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകൾ അവരുടെ നിലപാടാണ്. ഇപ്പൊ അറിഞ്ഞിട്ടുണ്ട്, വണ്ടിയിൽ എറിഞ്ഞു, വണ്ടിയിൽ എറിഞ്ഞിട്ടുണ്ടല്ലേ? അതാണ്. നമുക്ക് അതിലേക്ക് വരാം. അതിന് മുമ്പ് 1-2 പ്രതികരണങ്ങൾ കൂടി തരാം. പ്രതികരണം ഞാൻ ഒരു കാര്യം ചോദിക്കുകയാണ്. ഇവര് ഭയങ്കര അക്രമത്തിനെ പറ്റി കോൺഗ്രസോട് സംസാരിക്കുന്നുണ്ടല്ലോ. വെഞ്ഞാറമൂട്ടിൽ എന്നാണ് സംസാരിക്കുന്നത് നമ്മൾ ഓർക്കണം. 2 വർഷം മുമ്പ് ഹക്ക് മിഥിലാജ് എന്ത് കാരണത്തിനാണ് ഇവര് കൊലപ്പെടുത്തിയത്? എന്തെങ്കിലും ഒരു സംഘർഷം ഉണ്ടായിരുന്നു? അതിന് നമ്മൾ പ്രതിരോധിച്ചോ? നമ്മൾ അതിന് പ്രതികാരം ചെയ്തു? അങ്ങനെ കേരളത്തിൽ അങ്ങോളം എത്ര കൊലപാതകങ്ങൾ ഈ കഴിഞ്ഞ 7 വർഷം ചെയ്തു? നവകേരള സദസ്സ് പ്രയോജനപ്പെടുകയില്ലയോ? നല്ല പ്രയോജനമുണ്ട്. നല്ല പ്രയോജനപ്പെടും. എന്താ അഭിപ്രായം? അവർക്ക് പ്രയോജനം, നാട്ടുകാർക്ക് ഒരു പ്രയോജനം. ഇന്ന് എത്ര മണിക്കൂറായിരുന്നു ഇവിടെ ബ്ലോക്ക് ഉണ്ടായിരുന്നു? എത്ര മണിക്കൂർ ബ്ലോക്ക്? അല്ലെങ്കിൽ ബ്ലോക്ക് ഇല്ലേ? അല്ലെങ്കിൽ ബ്ലോക്കത്തില്ല, അല്ലെങ്കിൽ ബ്ലോക്ക് ഉണ്ട്. സ്റ്റേഷനിൽ കിടന്ന് അടിച്ചു. ആരൊക്കെയാണ്? കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോലീസ് സ്റ്റേഷനിൽ കിടന്ന് അകത്ത് കയറി. അവിടെ CI ഇറങ്ങി ഓടി. അവിടെ CI ഇറങ്ങി ഓടി. 2 പോലീസുകാർക്ക് പരിക്ക്. അതെ, 2 പോലീസുകാർക്ക് പരിക്ക്. പോലീസ് സ്റ്റേഷനുള്ളിൽ 2 മെമ്പർമാരെ മെഡിക്കൽ കോളേജ് റിപ്പോർട്ട് ചെയ്തു. ഇന്ത്യ അവര് സഖ്യമല്ലേ? സഖ്യമാണ് അല്ലേ? അവര് സഖ്യമാണ് ബാബു. ഇത് സംഭവിച്ചതാണെന്നാണ് പറയുന്നത്. പോലീസ് സ്റ്റേഷനിൽ നിങ്ങൾ സഖ്യകക്ഷികൾ തമ്മിൽ അടിക്കുന്നു, CI ഇറങ്ങി ഓടേണ്ടി വരുന്ന അവസ്ഥ ഉണ്ടാവുന്നു. സാർ, ഇത് ബീഹാറോ കേരളം? ആരാണ് അടിച്ചതെന്നുള്ളത് നമ്മൾ ഇന്നലെ തിരുവനന്തപുരത്ത് കണ്ടില്ലേ? പോലീസുകാരെ ഏറ്റവും വലിയ ഇവരെ കൊണ്ടുവന്ന് എന്തെല്ലാം തരത്തിലുള്ള ആക്രമണങ്ങളാണ് പോലീസുകാർ. അവർ സർക്കാർ ജീവനക്കാരാണ്. അവരിത് ഏറ്റെടുത്ത് പോയി യൂണിഫോം ഇട്ടു എന്നൊരൊറ്റ കാരണം കൊണ്ട് കോൺഗ്രസ്സുകാര് യൂത്ത് കോൺഗ്രസിന്റെ യഥാർത്ഥത്തിൽ ഗുണ്ടകൾ തന്നെ പറയാം. അവരെ കൊണ്ടുവന്ന് എന്തെല്ലാം അവിടെ ചെയ്തെന്ന് നമ്മൾ ഇന്നലെ കണ്ടു. എല്ലാ വാർത്താ ചാനലും ഞങ്ങൾ കണ്ടതാണ്. അപ്പൊ ഈ പറഞ്ഞ ഓരോ ദിവസവും ഓരോ കഥ ഇങ്ങനെ ഉണ്ടാക്കി അവര് ചെയ്യുന്ന ഈ തോന്നിവാസങ്ങളെ മറയ്ക്കാൻ ആശ്രമിക്കുന്നത്. കോൺഗ്രസ് സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തുമ്പോൾ അത് ഈ പറയുന്ന പോലെ ഗുണ്ടാ വിളയാട്ടം. ഈ പറയുന്ന DYFIയും CPM ഒക്കെ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ തിരുവനന്തപുരത്ത് നടന്ന സമരത്തിന്റെ 7 അയൽവക്കത്ത് പോലും ഈ സമരങ്ങളൊന്നും. പക്ഷേ യൂത്ത് കോൺഗ്രസ്സുകാർ ഇന്നലെ യഥാർത്ഥത്തിൽ പോലീസുകാരുടെ ക്ഷമയെ പരീക്ഷിക്കുകയായിരുന്നില്ലേ യഥാർത്ഥത്തിൽ ചെയ്തത്? പോലീസിന്റെ ക്ഷമയെ പരീക്ഷിക്കേണ്ട. എനിക്കിപ്പോഴും മനസ്സിലാവാത്ത കാര്യമുണ്ട്. നിങ്ങൾ ഈ പോലീസുകാരുടെ നെഞ്ചത്ത് കയറുന്നത് എന്തിനാ? ഈ അവരവിടെ കാത്തു നിൽക്കുന്നു, സമാധാനപരമായിട്ട് നിൽക്കുന്നു, ജലപീരങ്കി ആദ്യം പ്രയോഗിക്കുന്നു, സംയമനം പാലിക്കുന്നു. അവരുടെ കയ്യിലിരുന്ന് ഷീൽഡ് നിങ്ങൾ തട്ടിപ്പറിച്ച് തലയിലിട്ട്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, കേരളത്തിൽ നടക്കുന്ന അക്രമങ്ങൾ അത് സർക്കാർ സ്പോൺസേഡ് പരിപാടിയാണ്. അത് പോലീസിന്റെ ഒത്താശയോടുകൂടി പോലീസിന്റെ സാന്നിധ്യത്തിലാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മൃഗീയമായി മർദ്ദിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായും ഒരു പ്രതികരണം, ഒരു അനുകരണം ഇത് നമ്മുടെ പോലീസിനെതിരെ സ്വാഭാവികമായും കോൺഗ്രസിനുണ്ടാവും. സത്യം പറഞ്ഞാൽ എന്തിനാണ് സദസ് നടത്തുന്നതെന്നാണ് എന്റെ ചോദ്യം. എന്താവശ്യത്തിനാണ് ശരിക്കും നടത്തുന്നത്? ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാനും. ഈ പറയുന്നത് എന്തുമാത്രം കടമാണ്, കടത്തിന് മേലെ റിപ്പോർട്ട് ചെയ്യുന്നത് കടത്തിന് മേലെ കടമാണ്. ഇത്രയും കടം ഉണ്ടായിട്ട് പിന്നെയും കടം എടുത്തു വെച്ചിട്ടാണ്. എന്നിട്ട് ഒരേ കേന്ദ്രത്തിൽ ഒന്നും കിട്ടുന്നില്ല. എന്തോ ആയിക്കോട്ടെ, അവര് തമ്മിലുള്ള പ്രശ്നം. സാധാരണ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്.
പിന്നെ ഇത്രയും ബുദ്ധിമുട്ടുണ്ടാക്കി വണ്ടിയും വാടകയ്ക്ക് എടുത്തു. അത് തീറ്റി സഭയായിട്ട് ശരിക്കും നടത്തുന്നത്. നവകേരള സ്ഥലം തീറ്റി സഭയാണിത്. തീറ്റി സഭയെ തിന്നാനായിട്ട് വേണ്ടി മാത്രം എന്താ പറഞ്ഞു ഇവിടെ കേരളത്തിലെ ജനങ്ങൾ, മുഖ്യമന്ത്രി ജനങ്ങളുമായി സംവദിക്കുന്നത്, നമ്മുടെ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളോട് പറയുന്നത്, ഇതെല്ലാം ജനങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ്. അവരിതൊന്നും അറിയുന്നില്ല. അവര് ആൾക്കാർ നിങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് പറയുന്നത്. നിക്ക്. ഞാൻ 7.5 കൊല്ലം ഭരിച്ചു. ഇവർ എടുത്തു പറയുന്ന വികസന പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണ്? ഇവർ ഏറ്റെടുത്ത് വിഴിഞ്ഞം തുറമുഖം എന്ന് പറയുന്നത് ആരാ കൊണ്ടത്? വിഴിഞ്ഞം തുറമുഖം കണ്ണൂർ പറയുന്നത്. കണ്ണൂർ ആരാ കൊണ്ടുവന്ന്? മെട്രോ. 7.5 കൊല്ലം ഭരിച്ചിട്ടും ഇവർക്ക് എടുത്തു പറയാൻ ഒന്നുമില്ല. പെൻഷൻ 1200. മുഖ്യമന്ത്രി പിണറായി വിജയനെ അംഗീകരിക്കാമെന്ന് പറഞ്ഞാണ് കേസുകാരൻ. നാഷണൽ ജയിൽ പൈപ്പ് ലൈൻ ഇതൊക്കെ കൊണ്ടുവന്ന ഇടതുപക്ഷ സർക്കാരല്ലേ? ഇവിടെ പെൻഷൻ 1600 രൂപ ആക്കിയത് ഇടതുപക്ഷ സർക്കാരല്ലേ? അവര് 18 മാസം നിർത്തിയിട്ട് പോയതല്ലേ? അതിപ്പോ 1600 രൂപ കൊടുക്കുന്നത് ഇടതുപക്ഷ സർക്കാരല്ലേ? ഇതൊക്കെ ചെയ്ത ഇടതുപക്ഷ സർക്കാരിനെ ഒന്നും നേട്ടങ്ങളില്ലെന്ന് പറഞ്ഞാൽ എങ്ങനെ അംഗീകരിക്കാൻ കഴിയും? അടുത്ത് വന്നാണെങ്കിൽ അകത്ത് അങ്ങനെ ശരിയാവുന്നത് പറഞ്ഞോ. നവകേരള സദസ്സ് എന്താ അഭിപ്രായം? നല്ല അഭിപ്രായം. എന്താ ചേട്ടാ അഭിപ്രായം? മികച്ച അഭിപ്രായം. പ്രയോജനം ഉണ്ടാവൂ. ഓക്കെ. അപ്പോ ചർച്ചയുടെ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ 2 ചോദ്യങ്ങളാണ് നമ്മുടെ മുന്നിലുള്ളത്. ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാനല്ലാതെ സദസ്സ് കൊണ്ട് എന്ത് പ്രയോജനം? 30 സെക്കൻഡ്സ് 30 സെക്കൻഡ്. ചേട്ടാ മൈക്കില്ല, ഇവിടെയാ മൈക്ക്. ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന തോന്നുന്ന ആർക്കാണ്? BJPക്കും കോൺഗ്രസിനും യഥേഷ്ടം ഇതിന്റെ യാത്രയെ തടയാൻ വേണ്ടി ചീമുട്ട മറ്റേ ഈ പറഞ്ഞ സാധനങ്ങൾ എറിയാൻ കഴിയുന്നില്ല. അതാണ് ബുദ്ധിമുട്ടായിട്ട് അവർ പറയുന്നത്. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞു, UDFന്റെ പഞ്ചായത്തിൽ നിന്നാണ് ഞാൻ പാങ്ങോട് പഞ്ചായത്തിൽ നിന്ന് പറയുന്നത്. UDFന്റെ ഭരണസമിതിയാണ്. ഞങ്ങൾ 2000 പേരെ കൊണ്ടുവരാൻ തീരുമാനിച്ചു. 2500 ആളുകളാണ് ഇവിടെ പങ്കെടുത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഏതെങ്കിലും ആളുകളെ ബലം പ്രയോഗിച്ച് വരുമോ? ജനങ്ങൾക്ക് ഇതിൽ പ്രയോജനം ഉണ്ടെന്ന് അവർക്ക് തോന്നുന്നു. ഇത് സർക്കാർ CPMന്റെ ഒരു ഏരിയ കമ്മിറ്റി യോഗമായിട്ടാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. കാരണം സർക്കാർ അല്ല, ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ് ഇവർ ആളുകളെ സംഘടിപ്പിക്കുന്നത്. ഇവർ നിങ്ങൾക്ക് പെൻഷൻ മുടക്കമുണ്ട്, പെൻഷൻ കിട്ടും, നമുക്ക് അവിടെ വന്ന പരാതി കൊടുത്താൽ മതി. ഒരു ആക്സിഡന്റ് ആളുകളെ പറഞ്ഞ് പ്രലോഭിപ്പിച്ചു കൊണ്ടുവരുന്നു. അതോടൊപ്പം തന്നെ ഈ പറയുന്ന പോലെ തൊഴിലുറപ്പ് തൊഴിലാളികളെ നിർബന്ധപൂർവ്വം പങ്കെടുത്തില്ലെങ്കിൽ അവർക്ക് തൊഴിൽ നഷ്ടപ്പെടുന്നു. ശ്രീ ബാലമുരളി, ഇപ്പോൾ ഈ 140 മണ്ഡലങ്ങളിലെയും യാത്ര പൂർത്തിയാകുമ്പോൾ ഏകദേശം 1,40,00,000 ആളുകളെ ഈ പറയുന്ന മന്ത്രിസഭ കണ്ടിട്ടുണ്ടാവും നേരിട്ട്. അതേപോലെ ലക്ഷക്കണക്കിന് പരാതികളും സ്വീകരിച്ചിട്ടുണ്ട്. ഈ പരാതികൾ ഇത്രയും ഉണ്ടായതിനുള്ള കാരണം എന്താണെന്ന് ഏതെങ്കിലും ചാനലുകാരൊന്ന് പരിശോധിച്ചിട്ടുണ്ടോ? കഴിഞ്ഞ 8 വർഷക്കാലം, അതിനു മുമ്പ് നടന്ന വർഷങ്ങളോളം യാതൊരുവിധ ജനകീയമായിട്ടുള്ള ഇടപെടലുകൾ, ജനങ്ങൾക്ക് ഉപകാരപ്രദമായ അവരെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുന്ന തരത്തിൽ യാതൊരുവിധ ഭരണം നടന്നില്ല. ആ ഭരണത്തിന്റെ വീഴ്ച കൊണ്ടാണ് ഇത്രയും പരാതികളും ആക്ഷേപങ്ങളും സ്വീകരിക്കേണ്ടതായിട്ട് വന്നത്. അതിനുള്ള മറുപടി പറയണം. നവകേരള സദസ്സിലേക്കുള്ള യാത്ര ഇനി 2 ദിവസം കൂടി മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ ഈ യാത്ര അവസാനിക്കും. 140 മണ്ഡലങ്ങളിലൂടെയുമുള്ള യാത്ര അവശേഷിപ്പിക്കുന്നത് എന്ന ചോദ്യമാണ് ജനസഭ ഉയർത്തുന്നത്. സദസ് ആദ്യം വികസന പദ്ധതികളെ കുറിച്ച് ഊന്നി, ഇപ്പോൾ സദസ്സിന് പുറത്ത് സംഘർഷം നടക്കുന്നു. സദസ്സിന് പുറത്തെ സംഘർഷം ഇനി നാളെ ഏതു നിലയിലേക്കെത്തും? കൈവിട്ടു പോകുമോ ഈ തീക്കിളി എന്നാണ് നമ്മൾ ഭയക്കുന്നതും. ജനസഭ നാളെ വീണ്ടും എത്തും തിരുവനന്തപുരം ജില്ലയിൽ നിന്ന്.